അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി മുനീബ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സെക്ഷൻ 3-ലെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിലെ സെക്ഷൻ 3 ലെക്ചർ നമ്പർ 5, തിങ്ക് ആൻഡ് ഗ്രോ ഹെൽത്തി. തിങ്ക് ആൻഡ് ഗ്രോ ഹെൽത്തി. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നൊരു ബുക്കുണ്ട് നെപ്പോളിയൻ ഹില്ലിൻ്റെ. അതിൻ്റെ അതേ സമാനമായ ഒരു ആശയത്തിലായതുകൊണ്ട് തിങ്ക് ആൻഡ് ഗ്രോ ഹെൽത്തി എന്ന ഹെഡിങ് നമ്മളിതിന് കൊടുത്തത്. യെസ്, ചിന്തയാണ്. മനസ്സിലുള്ള മാറ്റം മാനത്ത് മാറും, മാനത്ത് മാറുന്നത് ലോകത്ത് മാറും. അതുകൊണ്ട് ചിന്തയിലുണ്ടാകുന്ന മാറ്റത്തിലൂടെ നമ്മൾ ഹെൽത്ത് കെയർ ചെയ്യുന്നത് എന്നാണ്. യെസ്, എ പ്രാക്ടിക്കൽ ഗൈഡ്. ഹെൽത്തി ലൈഫ് ജസ്റ്റ് അഹെഡ്. അത് വളരെ അടുത്ത് തന്നെയുണ്ട്. ഈ ആരോഗ്യപരമായ ജീവിതം അത് വളരെ അടുത്തുണ്ട്. അതിലൊരു കറക്റ്റായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഗൈഡാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടിക്കലായി പ്രൂവ് ചെയ്യേണ്ടത്, എൻ്റെ ലൈഫിൽ ഞാൻ പ്രൂവ് ചെയ്ത ഒരു ഫോർമുല. ഇത് ഞാൻ നമ്മളെ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വളരെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇതാണ്. ഫസ്റ്റ്ലി, നോസോഫോബിയ. വാട്ട് ഈസ് നോസോഫോബിയ? നോസോഫോബിയ മീൻസ് ആൻ അബ്നോർമൽ ഫിയർ ഓഫ് ഡിസീസ്. ആ രോഗത്തെക്കുറിച്ചുള്ള ഒരു അകാരണമായ ഒരു പേടി. രോഗം വരുമോ എന്നൊരു പേടി. വാസ്തവത്തിൽ ഇത് നമ്മുടെ മുസ്ലിംസിന് കൂടുതലാണ്. മുസ്ലിംസിന് അമ്ന് സുരക്ഷിതത്വ ബോധം ഉണ്ടാവുമെന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ വാസ്തവത്തിൽ അൺസോളിസിറ്റഡ് റിലീജിയസ് അഡ്വൈസ് ഉണ്ട്. അയഥാർത്ഥമായ മതപരമായ ഉപദേശങ്ങൾ കൊണ്ട് നരകപ്പേടി കൂടി, മരണപ്പേടി കൂടി, രോഗപ്പേടി കൂടുതലാണ് മുസ്ലിംസിന്. അതുകൊണ്ട് തന്നെ മുസ്ലിംസിന് മെജോറിറ്റിയുള്ള സ്ഥലത്ത് ഹോസ്പിറ്റലുകൾ തഴച്ചു വളരും. ഹോസ്പിറ്റലുകൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും മുസ്ലിംസിൻ്റെ എണ്ണം കൂടും. ഒരു സത്യമാണ്. നിങ്ങൾ എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് സൈക്യാട്രി ഡോക്ടർമാരടുത്ത് ചെന്നാലും, നിങ്ങൾ സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആളോട് ചോദിച്ചു നോക്കുക. നിങ്ങളടുത്ത് വരുന്ന പേഷ്യൻസ് അധികവും ഇപ്പോൾ എസ്പെഷ്യലി മലപ്പുറം ജില്ലയിൽ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കിക്കോ, മുസ്ലിംസിൻ്റെ സൈക്യാട്രി ഡോക്ടർമാരത്തും സൈക്കോളജിസ്റ്റുമാരത്തും ഞാൻ ഒരുപാട് ആളോട് ചോദിച്ചിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ എണ്ണം കൂടും. വായ്? കാരണം അടിസ്ഥാനപരമായ നോസോഫോബിയ മുസ്ലിംസിനിടയിൽ കൂടുതലാണ്. അതിൻ്റെ കാരണം യഥാർത്ഥമല്ലാത്ത രീതിയിൽ മതപ്രസംഗങ്ങൾ നടത്തുന്ന മൊല്ലാക്കന്മാർ നരകഭയം കൊണ്ടാണ് ആളുകളെ നന്നാക്കിയെടുക്കുന്നത്. നരകഭയം കൊണ്ടല്ല നന്നാക്കിയെടുക്കേണ്ടത്, സ്വർഗത്തിലുള്ള പ്രതീക്ഷ കൊണ്ടാണ്. ഇല്ല, അതിലുപരി അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആളുകളുടെ മതം നന്നാക്കിയെടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഡോണ്ട് തിങ്ക് ഓഫ് സ്റ്റഡി ഓഫ് ഇൽനെസ്. രോഗത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കരുത്, രോഗത്തെക്കുറിച്ച് പഠിക്കരുത്, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത്, ചർച്ച ചെയ്യരുത്. നിങ്ങൾക്ക് രോഗമുണ്ടോ, അതിൻ്റെ അഹ്ലിദിക്കൽ ഇൻകുത്തുല്ലാത്ത അലമുൻ, നിങ്ങൾ ആർക്ക് അറിയാത്തത് അറിയുന്ന ആളുകളോട് ചോദിക്കുക. അവരടുത്ത് പോവുക. ആരടുത്ത്? ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോവുക. എന്നിട്ട് നിങ്ങൾ രോഗം പറയുക. അവർ പഠിച്ചിട്ടൊരു മരുന്ന് പറഞ്ഞു തരും. അവരെ മരുന്നുകളെടുത്തോ, ചികിത്സിച്ചോ, അവർ പറയുന്ന പ്രൊസീജിയർ ചെയ്തോ. പക്ഷേ അവരുടെ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തത് അവരുടെ പ്രവചനമാണ്. അവർ പ്രവചിക്കും, ഇത് ഇത്ര വർഷം ജീവിക്കും, ഇന്നതൊക്കെ ആവും, ഇന്ന അസുഖം ഇത്ര സമയം കൊണ്ട് മാറും, അല്ലെങ്കിൽ മാറൂല. പ്രവചനം ഒക്കെ തെറ്റായിരിക്കും. മിക്കവാറും അധിക പ്രവചനം തെറ്റായിരിക്കും. മനസ്സിലായില്ലേ? എത്ര വിദഗ്ധനായാലും. എനിക്കറിയാം എല്ലിൻ്റെ വിദഗ്ധൻ ഇപ്പോൾ കേരളത്തിൽ ആരാ, മലപ്പുറം ജില്ലയിലൊക്കെ ആരാ, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവചനം തന്നെ ഒരു 1 month കൊണ്ട് പ്രവചനം തെറ്റിച്ച് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ അറിയുന്നൊരു കേസിൽ, നമ്മളെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ കേസ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവചനം തെറ്റിച്ച് കാണിച്ചു കൊടുത്തു. ആ കുട്ടി ഒരിക്കലും ജീവിതത്തിലേക്ക് വരാത്ത രീതിയിൽ പ്രവചിച്ച് കിട്ടിയിരുന്നു. പക്ഷേ 21 ദിവസം കൊണ്ട് മറ്റൊരു ഡോക്ടർക്ക് പോയി ടെസ്റ്റ് ചെയ്യിച്ചു. 21 ദിവസം കൊണ്ട് അവർ പറഞ്ഞ പ്രാക്ടീസും എന്തും ചെയ്തു. അതിനപ്പുറത്തേക്ക് നമ്മൾ മെൻ്റൽ എക്സർസൈസ്, വിഷൻ എക്സർസൈസ്, ഫിസിക്കൽ എക്സർസൈസ്, അതിലൂടെ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്തു. ഒരു 1.5 മാസം 2 മാസം കൊണ്ട് ആ കുട്ടി ഈസ് ബാക്ക് ടു ദ നോർമൽ. മനസ്സിലായില്ലേ? സോ പ്രവചനം, അവരുടെ പ്രവചനം നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഡോണ്ട് തിങ്ക് ഓർ സ്റ്റഡി ഓഫ് ഇൽനെസ്. രോഗത്തെക്കുറിച്ച് പഠിക്കരുത്, ചിന്തിക്കരുത്. കാരണം നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നോ അത് നമുക്ക് വരും. നിങ്ങൾ രോഗത്തെ ഭയപ്പെട്ടാൽ രോഗം വരും, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടാൽ ദാരിദ്ര്യം വരും. നിങ്ങൾ ശത്രുവിനെ ഭയപ്പെട്ടാൽ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തും. നിങ്ങൾ
എന്തിനെ ഭയപ്പെടുന്നു? ഷെയ്ത്താനെ ഭയപ്പെട്ട ഷെയ്ത്താൻ നിങ്ങളെ കീഴ്പ്പെടുത്തും. നിങ്ങൾ സിഹിറിനെ ഭയപ്പെട്ടാൽ സിഹിർ നിങ്ങൾക്ക് ബാധിക്കാനുള്ള ചാൻസ് കൂടും. നമ്മൾ എന്തിനെ ഭയപ്പെടുന്നു അത് നമ്മളെ കീഴ്പ്പെടുത്തും. അതൊരു ജനറൽ റൂളാണ്. അത് അങ്ങനെയല്ല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മൈൻഡിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് രോഗത്തെക്കുറിച്ചും ഇപ്പോൾ മാത്രമല്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ രോഗങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വയസ്സായ ആളുകൾ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കാം. സാധാരണ സാധാരണ ആളുകൾ ഒക്കെ വയസ്സ് നല്ല ഒരു 80, 85, 90 വയസ്സൊക്കെ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ഡോക്ടർമാരും നേഴ്സുമാരും അത്രയും വയസ്സ് കൂടുതൽ ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല. ഡോക്ടർമാരും നേഴ്സുമാരും പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷണൽസ് ഇതിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇതിൻ്റെ മരണസംഖ്യ കൂടും. അവരൊരു 65, ഒരു 70 അടുക്കുന്നത്, 60, 65 റേഞ്ചിൽ തന്നെ അധികം തട്ടിപ്പോകും. അത് അധികം തട്ടിപ്പോകുന്ന രോഗങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ഡേഞ്ചറസ് എന്ന് അവർ പേടിപ്പിച്ച് ആ രോഗം അടിക്കും. ഹാർട്ട് അറ്റാക്ക്, ആക്സിഡൻറ്റ് ഡോക്ടർമാർക്ക് കൂടും. എന്താ അറിയില്ല, ഡോക്ടർമാരുടെ ലൈഫിൽ ആക്സിഡൻറ്റ് കൂടും. അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ ആക്സിഡൻറ്റും ഈ ബ്ലഡും ഈ ഓപ്പറേഷനും ഈ കീറി മുറിക്കൽ തന്നെയാണ് ഇവരെ തലയിലുള്ളത് മുഴുവൻ ഇവരെ മൈൻഡിൽ. അതായതുകൊണ്ട് മൈൻഡിലുള്ളത് മാനത്ത് മാറിയ ലോകത്ത് മാറും. ഞാൻ പറഞ്ഞില്ലേ, മാനത്ത് മാറും മീൻസ് ആകാശത്ത് മാറും. ദാറ്റ് മീൻസ് അതായിരിക്കും അവരുടെ ദുനിയാവിൽ അവരുടെ അള്ളാഹു വെച്ച ലോഹിൽ മഹ്ഫൂദിൽ അവർക്ക് ഓപ്പൺ പേജസ് അയച്ച് വെച്ചതിൽ ഇവിടെ ചിന്തിക്കുന്നതാണ് അവിടെ വർക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്യുന്നത് അവർ ജീവിതത്തിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് ഡോക്ടർമാർക്ക് ആക്സിഡൻറ്റ് കൂടും. അതുപോലെ അറ്റാക്ക് കൂടും, ഹാർട്ട് അറ്റാക്ക്. ലിവർ സിറോസിസ് അവർക്ക് കൂടും. അതുപോലെ സ്ട്രോക്ക് അവർക്ക് കൂടും. ആക്സിഡൻറ്റ് അവർക്ക് കൂടും. കിഡ്നി ഫെയിലിയേഴ്സ് അവർക്ക് കൂടും. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് ക്യാൻസറിൻ്റെ ഡോക്ടേഴ്സിൻ്റെ സ്പെഷ്യൽ ഡിസീസാണ്. ഡോക്ടർമാരുടെ സ്പെഷ്യൽ ഡിസീസാണ് ബ്ലഡ് ക്യാൻസർ. കാരണം ഇവർ പഠിച്ച് പേടിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ഇവരെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആത്മീയമായ ഒരു ഉൾഫലമില്ലാതെ അവർക്ക് ഭയമായിക്കൊണ്ടാണ് അവരിത് സമീപിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരിലത് കൂടും. അതുകൊണ്ട് രോഗത്തെക്കുറിച്ച് പഠിക്കരുത്, ചിന്തിക്കരുത്. കൂടുതൽ നിങ്ങൾ പഠിക്കും തോറും രോഗം നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? 2, ഇഫ് യു ലേൺ, നമ്മൾ ഈ രോഗത്തെക്കുറിച്ച് പഠിക്കുമ്പം അതിൻ്റെ ഒക്കെ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാണ്. ആ രോഗത്തിന് ഇന്നടുത്ത് ബാധിച്ചു, അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും നെറ്റിൽ. അത് അവിടെ ഉണ്ട്, ഇതുണ്ട്, അങ്ങനെ ബാധിച്ചു, ഇങ്ങനെ ബാധിച്ചു. ഇത് ഈ ഫോട്ടോസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് മൈൻഡിലേക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ലൈഫിൽ പിന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇഫ് സിക്ക്, അസുഖം ഉണ്ടോ, ഡോക്ടറെ അടുത്ത് പോകുക, അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, മരുന്ന് കുടിക്കുക. ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. സോ ഡോണ്ട് ആക്സെപ്റ്റ് പ്രഡിക്ഷൻസ് ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടറിൻ്റെ പ്രഡിക്ഷൻസ് സ്വീകരിക്കാൻ പാടില്ല. കോൺസെൻട്രേറ്റ് ഓൺ കംപ്ലീറ്റ് ഹെൽത്ത്. നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് പഠിച്ച് ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിച്ച് അതെങ്ങനെ, അത് വെർച്വൽ എക്സർസൈസ്. മനസ്സുകൊണ്ട് ആരോഗ്യ ജീവിതം, ആരോഗ്യപരമായ കർമ്മങ്ങൾ, ആരോഗ്യമായ എക്സർസൈസ്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ ആരോഗ്യമായ പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ കൂടുതൽ വിഷൻസും വെർച്വൽ എക്സർസൈസ് വഴി മനസ്സിലുണ്ടാക്കിയെടുക്കണം. കൂടുതൽ പിക്ചേഴ്സ്. അതുപോലെ വിഷൻ എക്സർസൈസ് ഇൻ്റർനെറ്റിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ശരീരം കൊണ്ട് വർക്ക് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, അതുപോലെ ഹെൽത്തി എക്സർസൈസ് ചെയ്യുന്ന, മാർഷൽ ആർട്ട്, അടിയും ഇടിയും, കരാട്ടയും, കുംഫും, ഇതൊക്കെ അതിന് പറ്റുന്ന ക്ലിപ്പുകളൊക്കെ, അത് ട്രെയിനിങ് കോഴ്സിൽ നിന്നായാലും ഇനിയിപ്പോൾ സിനിമാറ്റിക് ആയാലും അത് കൂടുതൽ കാണുകയും അത് കൂടുതൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ബോഡി എനർജൈസ് ചെയ്യും. ഓട്ടോമാറ്റിക് എനർജൈസേഷൻ ബോഡിയിൽ വരും. മനസ്സിലായില്ലേ? അത് നേരെ മറിച്ച് നിങ്ങൾ രോഗം, ഓപ്പറേഷൻ തന്നെ കണ്ടു, അതിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടു കഴിഞ്ഞാലോ എത്രയെന്നുണ്ട് ഈ ഗൂഗിളിൽ നോക്കിയിട്ട് സിംറ്റം നോക്കി ഇന്ന രോഗമായിരിക്കും എന്ന് സ്വന്തം പഠിച്ച ഒരുപാട് കുട്ടികൾ, അവർക്ക് ആ മൈൻഡിൽ നിന്ന് ആ ഒരു രോഗമാണെന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർ സ്വന്തമായിട്ട് മെനഞ്ഞെടുക്കുന്ന, എനിക്ക് ഇങ്ങനെ ചിന്ത വരുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ ചിന്ത കാണുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് ഇന്ന സ്വപ്നം കാണുന്നില്ലല്ലോ, അതെന്തായിരിക്കും? അപ്പോൾ ഏതെങ്കിലും വല്ലാക്കാതെ സിഗറിൻ്റെ അടയാളാണ്, അത് ശൈത്താൻ്റെ അടയാളെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ മണ്ടത്തരം പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. ഡോക്ടർ പറയുന്ന ഒരുപാട് മണ്ടത്തരം പറയുന്ന ഡോക്ടർമാരെ ക്ലിപ്പ് നമ്മുടെ കയ്യിൽ വരലുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുക, അവിടെ തന്നെ പോയി കൂർക്കം വലിയ രോഗമായേക്കാം. ഈ കൂർക്കം വലിക്കുന്ന ആൾക്ക് ഇതേ നോക്കി കാക്ക, നിങ്ങളുടെ കൂർക്കം വലി ചിലപ്പോൾ രോഗമാണാവോ? ഇതോടുകൂടി തുടങ്ങിയോ രോഗി അവർ. അപ്പം രോഗികൾ ഏറ്റവും കൂടുതൽ രോഗം പരത്തുന്ന ആരാണ് നിങ്ങളെ വിചാരം? ബാക്ടീരിയയും വൈറസും വൈറൽ ഫീവറും വൈറസും ഇതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ രോഗം പരത്തുന്ന ഈ ഹെൽത്ത് കമ്മ്യൂണിറ്റി, രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന കമ്മ്യൂണിറ്റി, അത് ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയോ നേഴ്സ് കമ്മ്യൂണിറ്റിയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള അസോസിയേറ്റഡ് പീപ്പിൾ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ രോഗം പരത്തുന്നതും ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്നത്
ഹെൽത്ത് പ്രൊഫഷണൽസാണ്. ഇത് ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഒരു ക്ലിപ്പ് ഒരു ഡോക്ടർ കേട്ട്, ആ ഡോക്ടർ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് വേറൊരാൾ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്താൽ ആ ഡോക്ടർ പറയും ഇയാൾ പറയുന്നത് വളരെ വാസ്തവമാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ബാക്ക് എൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട്. ഐ റിമെമ്പർ ദാറ്റ് ഇൻസിഡേഷൻ. സോ അതോടൊപ്പം തന്നെ ജനറേറ്റ് ചെയ്യുന്ന നൂറ്, ഉള്ളിൽ എന്താകുന്ന പോസിറ്റീവ് എനർജി, നൂറ് വൈറ്റൽ എനർജി, അതാണ് ബോഡിയുടെ വൈറ്റൽ എനർജി. ആൻഡ് ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ എനർജി ഫോർ ദ soul, and that is the positive energy for the people connection, social life. അവ ഈ അസുഖത്തിനെതിരെ, രോഗത്തിനെതിരെ, നമ്മളെ ബോഡിക്കെതിരെ നമ്മൾ നെഗറ്റിവിറ്റി ഒഴിവാക്കി പോസിറ്റിവിറ്റി വരുത്തുന്ന ഒരു ലൈഫിലേക്ക് മാറലാണ് ഇമ്പോർട്ടൻറ്റ്. വെറും ഫിസിക്കൽ എക്സർസൈസും ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ടൊന്നും കാര്യം നടക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ആൻഡ് ഈ രോഗം വരുന്ന ഒരു ഹിസ്റ്ററി പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് മനസ്സിലാക്കി പറഞ്ഞുതരാം. ലോകാരോഗ്യ സംഘടന 1978, 79, 80 കാലഘട്ടത്തിൽ 2000 ആകുമ്പോഴേക്കും എല്ലാവർക്കും ആരോഗ്യം വേണമെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം നടത്തി കുറേ ലോകത്തിലെ എല്ലാ മുക്കിലും മൂലയും ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഒക്കെ പൊളിഞ്ഞ് പാളിസായി, പൊളിഞ്ഞ് വാപ്പരായിപ്പോയി. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ എന്താ ഈ രോഗം ഉണ്ടാകുന്നത്? ഇൽനെസ് ഗ്രോസ് വിത്ത് മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ഈ മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒപ്പമാണോ രോഗം വളരുന്നത്, അതോ രോഗത്തോടൊപ്പമാണോ മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ് വളരുന്നത്? കുറച്ച് കൺഫ്യൂഷനാണ്. മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ് നിങ്ങൾ എത്രത്തോളം നടത്തുന്നോ അത്രത്തോളം രോഗം വളരുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം രോഗം വളരുന്നോ അത്രത്തോളം മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ് നടത്തുന്നുണ്ട്. എത്രത്തോളം മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ് നടത്തുന്നോ അത്രത്തോളം രോഗം വളരുന്നുണ്ട്. ദിസ് ഇസ് എ കോസ് ആൻഡ് എഫക്റ്റ്. ഒന്നിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് വല്ലാത്തൊരു ലൂപ്പിലാണ് ഈ നമ്മളെ കൗമിലത്. ആ ലൂപ്പിലൂടെ കറങ്ങി എങ്ങനെ നടക്കുകയാണെന്ന് അർത്ഥം. വാസ്തവത്തിൽ രോഗം എന്നുണ്ടാകുന്നത് ക്രോണിക് ഡിസീസുകൾ ക്രമേണ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയം കൊണ്ട്, കാലങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ടൊക്കെ രോഗം വളർന്നു വരുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി ആയിട്ടാണ്. ആ രാഷ്ട്രത്തിലെ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ഏറ്റവും വലിയ ആ നാട്ടിലുള്ള ബാക്ടീരിയയും വൈറസും ഫംഗസും ഇതൊന്നുമല്ല, ആ രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ട്. അതായത് ട്രഡീഷണൽ സിവിലൈസേഷൻസ്, ആ ട്രഡീഷണൽ സിവിലൈസേഷനിൽ എന്താ അഗ്രികൾച്ചർ പ്രിഡോമിനൻ്റ് ആയിരുന്നു. അത് കുറഞ്ഞു വന്നു. പിന്നെ എന്താ പറയുക, ഇൻഡസ്ട്രീസ് ആദ്യം കൂടി വരും. പിന്നെ ഇൻഡസ്ട്രീസും കുറഞ്ഞു വരും. പിന്നെ ടേർഷ്യറി സെക്ടർ ഉണ്ട് സിവിലൈസേഷൻ, അത് കൂടി വരും. അപ്പോൾ ഈ ട്രാൻസിഷനിലാണ് ഈ രോഗങ്ങളുടെ ഇപ്പം ഇന്ത്യയിലൊക്കെ ഏറ്റവും വലിയ ഉണ്ടാകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇതൊക്കെയാണ്. ഇതൊക്കെ ഇപ്പം സ്റ്റേറ്റ്സിൽ അമേരിക്കയിലേക്ക് എടുത്തുപോയി. അമേരിക്കയിൽ ഇപ്പോൾ ഇതൊന്നുമല്ല. അമേരിക്കയിൽ സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. മനസ്സിലായല്ലേ? സെക്ച്വലി STD അതാണ് ഇപ്പോൾ അവിടുത്തെ വലിയ ത്രെട്ട് ഉള്ളത്. ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെയാണ് വലിയ ത്രെട്ട് ഉള്ളത്. സോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് നേരെ മറിച്ച് 50 വർഷം മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന വലിയ ത്രെട്ട് ഷുഗറായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ഇന്ത്യയാണ്. സോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ അഗ്രികൾച്ചർ സെക്ടർ കുറഞ്ഞ്, ഇൻഡസ്ട്രി സെക്ടർ കൂടി, പിന്നെ ഇൻഡസ്ട്രി സെക്ടർ കുറഞ്ഞ്, പിന്നെ ടേർഷ്യറി സെക്ടർ കൂടി, പിന്നെ ഇപ്പോൾ കോൺട്രറി ആക്ടിവിറ്റീസ് 4ാം കാറ്റഗറി ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ കാറ്റഗറിയിലൊക്കെ പിന്നെ അഗ്രികൾച്ചറിലാണ് പ്രൈമറി സെക്ടറിൽ കൂടും. മറ്റേ ഇൻഡസ്ട്രിയിൽ കൂടി, ഇൻഡസ്ട്രിയിൽ പിന്നെ കുറയും ആ രാഷ്ട്രത്തിൽ. അതെവിടെയാണ്? അവരെ നാഷണൽ ഇൻകം എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡോമിനൻസ്, ആളുകൾ എന്തിലും ഒഴുകിയിരിക്കുന്നു. നാഷണൽ ഇൻകത്തിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ, വളർച്ച വിളിച്ചു പറയുന്നത് എന്താണ്? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വിളിച്ചു പറയുന്നത് എന്താ? ആളുകളുടെ ഏർപ്പാട് എന്താണ്, ആളുകളുടെ ശരീരവും മനസ്സും അവരുടെ ജീവിതം എന്തിലാണ്, അവരുടെ ശരീരവും മനസ്സും എന്തിലാണ് മുഴുകിയിരിക്കുന്നത് എന്നതാണ് അതുകൊണ്ട് വിളംബരം ചെയ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അതിൻ്റെ സ്ട്രക്ചറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1950 തൊട്ട് 2014 വരെ സ്ട്രക്ചർ ഗ്രാഫ് നിങ്ങളുടെ മുമ്പിൽ കാണാം. അഗ്രികൾച്ചർ നേരെ കുത്തനെ വന്നിട്ടുണ്ട്. പിന്നെ എന്തായി? ഇൻഡസ്ട്രിയൽ ഒരു ഇഴഞ്ഞ പോക്കിങ്ങനെ പോയി താഴെ. ഇപ്പോൾ ടേർഷ്യറി സെക്ടർ, സർവീസ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ചെയ്യുന്നത്. അത് IT വന്നോട് കൂടി, ടൂറിസം വന്നോട് കൂടി, അതുപോലെ ബാങ്കിങ് ആൻഡ് ഫെസിലിറ്റീസ് ഒക്കെ വന്നോട് കൂടി. ഇപ്പം ഞാൻ എന്തായി? ഇനി മറ്റേ കറൻസി വരാൻ പോവാ. ഏത്? ഫോറക്സിലെ പുതിയ കോൺസെപ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഇതോടുകൂടി ആക്ടിവിറ്റീസ്, മനുഷ്യന്മാരുടെ ജീവിത ശൈലി ഈ രീതിയിലൂടെ മാറ്റപ്പെടുന്നുണ്ട്. അതാണ് രോഗത്തിൻ്റെ കാരണമായി മാറുന്നത്. ഇനി ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, മനസ്സിലാക്കുക. ജസ്റ്റ് ഹ്യൂമൻ കൾച്ചർ ഓഫ് ഫിസിക്കൽ വർക്ക് ഫോർ ലിവ്ലിഹുഡ്. മനുഷ്യൻ്റെ ഉപജീവനത്തിന് വേണ്ടി ശാരീരിക അധ്വാനം ചെയ്യുക എന്നത് വളരെ ഒരുപാട് വർഷങ്ങൾ, 8,000-ഓളം 10,000-ഓളം എത്ര വർഷം മനുഷ്യന്മാർ ഭൂമിയിലുണ്ട് അന്നൊക്കെ ഉണ്ടായിരുന്ന സംസ്കാരമാണ്. ഉപജീവനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നൊരു സംസ്കാരം മനുഷ്യന് കൈമോശം വന്നു. ഓക്കെ,
സിമ്പിളി ഉപജീവനത്തിന് വേണ്ടി കഠിനാധ്വാനം, ശരീരം കൊണ്ട് കഠിനാധ്വാനം ചെയ്യുക എന്ന സംസ്കാരം കുറഞ്ഞു അല്ലെങ്കിൽ കൈമോശം വന്നു. രണ്ട്, അത് ഫിസിക്കൽ വർക്കുകളെല്ലാം പോയി, അത് മെൻ്റൽ വർക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. പണ്ട് വിറക് വെട്ടിയുന്നവന്മാരും പിന്നെ മരത്തമ്മ കയറിയവന്മാരൊക്കെ ഇപ്പം എന്തായി, ഓഫീസുകളിൽ ജോലിയിലായി. അപ്പം പുരോഗതിയല്ലേ, പുരോഗതിയാണ്. പക്ഷേ ഇതോടൊപ്പം വേറെ ചില ഭാഗത്ത് അധോഗതി വരുന്നുണ്ട്. അതാണ് വിഷയം. ഈ പുരോഗതി എല്ലാം വേണം, എല്ലായിടത്തും വേണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് ചില ഭാഗങ്ങളിൽ അധോഗതി വരുത്തിക്കൊണ്ടല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് വിറക് വെട്ടിയുന്നവരൊക്കെ ഇപ്പോൾ ഓഫീസിൽ കയറി, പണ്ട് വെള്ളം കോരിമാരൊക്കെ ഇപ്പം എന്തായാലും നേഴ്സും പിന്നെ ഓഫീസ് സ്റ്റാഫും ഒക്കെ ആയി. പണ്ട് വിറക് കയറ്റിയതിനൊക്കെ എന്തായി, ചുരുങ്ങിയത് ടീ ബോയ് എങ്കിലായി, സെയിൽസ്മാനായി, മാർക്കറ്റിങ്ങിലായി, അക്കൗണ്ടൻ്റായി, ഇങ്ങനെ പോകുന്നു. സോ ഫിസിക്കൽ വർക്ക് ഈസ് റീപ്ലേസ്ഡ് വിത്ത് വാട്ട്? ഇൻ്റലിജൻസ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് റീപ്ലേസ് ചെയ്തു. ഇൻ്റലിജൻസ് മുന്നോട്ട് വന്നു. അത് കറണ്ട് വന്നതോടുകൂടി 1879 കറണ്ട് കണ്ടുപിടിച്ചതോടുകൂടി പിന്നെ അത് കൂടി. കറണ്ട് കുറേ പണി എന്തായി, ഇൻ്റലിജൻസിനോടൊപ്പം ഇലക്ട്രിക്കൽ പവറും കൂടി വന്നപ്പോൾ കൂടി. മാത്രമല്ല മെക്കാനിക്കൽ ട്രാൻസിഷൻ, മെഷീൻസ് എല്ലാം നമ്മൾ അകത്തുകൂടെ കയറി ആധിപത്യം സ്ഥാപിച്ചു. നമ്മുടെ ജീവിതത്തിൽ മെഷീൻസിൻ്റെ ആധിപത്യം കൂടി, മെക്കാനിക്കൽ എക്യുപ്മെൻസിൻ്റെ ആധിപത്യം കൂടി. അടുത്തത് അതിനപ്പുറത്തേക്ക് IT വന്നു. മനുഷ്യൻ്റെ മാറ്റത്തിൽ കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചേഞ്ച് ആലോചിച്ച് നോക്ക്. അക്ഷരാഭ്യാസം എല്ലാവർക്കും ഇല്ലായിരുന്നു, പിന്നെ എല്ലാവർക്കും എഴുത്തും വായന. അക്ഷരാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പിന്നെ പ്രമാണിമാർക്കും അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളവർക്കും വല്ല തമ്പ്രാക്കന്മാർക്കും അതേപോലുള്ള പിന്നെ ഒരു അന്തർജനങ്ങൾക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാത്തവർക്ക് അതില്ലായിരുന്നു. പിന്നെ അതെന്തായി, എല്ലാവരിലും അക്ഷരാഭ്യാസം വന്നതിൽ അന്ന് എഴുതുക വായിക്കുക എന്നുള്ളത്, എഴുതി വായിക്കുക. അപ്പോൾ അത് പ്രിൻറ്റിങ് ടെക്നോളജി വന്നപ്പോൾ ഭയങ്കര മാറ്റം വന്നു. പ്രിൻറ്റിങ് ടെക്നോളജിക്ക് അപ്പുറത്തെന്തായി, പിന്നെ കമ്പ്യൂട്ടർ വന്നതോടുകൂടി വേറെ മാറി. കമ്പ്യൂട്ടർ വന്നതോടുകൂടി പിന്നെ എന്തായി, നമ്മളെ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി മാറി. അതോടൊപ്പം ഇൻ്റർനെറ്റ് വന്നു. ഇൻ്റർനെറ്റ് വന്നപ്പോൾ എന്തായി, ഭൂമിയിലുള്ള ഗ്രന്ഥത്തെക്കാൾ കൂടുതൽ ഗ്രന്ഥം ആകാശത്തായി. ഭൂമിയിലുള്ള അറിവിലേക്കാൾ കൂടുതൽ ആകാശത്തുള്ള സാറ്റലൈറ്റിലായി. ആ ഇൻ്റർനെറ്റ് വന്നതിനേക്കാൾ പിന്നെന്തായി, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയി അല്ലേ. ഇതോടുകൂടി എന്തായി, മനുഷ്യൻ്റെ ഫിസിക്കൽ വർക്കുകളെല്ലാം കുറഞ്ഞു വന്നു. അടുത്തതോ, അതേ സമയത്ത് അവർ കഴിക്കുന്ന ഭക്ഷണം, മുമ്പ് ഏതെങ്കിലും ഫ്രൂട്ട്സ്, പല നാട്ടിലും പല ഫ്രൂട്ട്സുകൾ അറിയില്ല ആൾക്കാർക്ക്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഗ്ലോബൽ വില്ലേജ് ആയതോടുകൂടി ലോകത്തുള്ള എല്ലാ ഫുഡുകളും എല്ലാ റിസോഴ്സുകളും നമ്മൾ സുലഭമായിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ആളുകൾ എല്ലായിടത്തും എത്തി. ഗ്ലോബൽ വില്ലേജ് അക്ഷരാർത്ഥത്തിൽ ഗ്ലോബൽ വില്ലേജായി. നമ്മൾ സൂപ്പർ മാർക്കറ്റ് കയറിയെന്ന് ഇപ്പോൾ കിട്ടാത്ത സാധനങ്ങളുണ്ടല്ല, എല്ലാം സുഖമായി. മാത്രമല്ല ആളുകൾക്ക് എന്തായി, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ഇന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ വളരെ കുറവാണ്. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് സുഭിക്ഷമായ ഭക്ഷണം എല്ലാവർക്കും. നേരെ മറിച്ച് 2 തലമുറ അങ്ങെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താളും തവരയൊക്കെ തിന്ന് പിന്നെ പച്ചിലകളൊക്കെ തിന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. ആ പച്ചിലൊക്കെ അവർ പറ്റിയ പല ഡിഷുകളായിട്ടും എന്താ പറയുക ഒക്കെ ഭക്ഷണത്തോടൊപ്പം കൂട്ടിയിരുന്ന. പക്ഷേ ഇതെല്ലാം കുറഞ്ഞു വന്ന് ഇന്ന് സുലഭമായിട്ട് ഭക്ഷണം കിട്ടുകയും അതേ സമയത്ത് ശരീരം കൊണ്ട് അധ്വാനം കുറയുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഇംബാലൻസ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതിനപ്പുറത്തേക്ക് മനുഷ്യന്മാർ നടക്കുക എന്നൊരു പ്രക്രിയ ഉണ്ടായിരുന്നു. നടക്കുക, ജീവിതത്തിൽ തൻ്റെ ആവശ്യങ്ങൾ നടന്നുപോയി ചെയ്യുക എന്നത്, അത് തുലോം കുറഞ്ഞു. മാത്രമല്ല അടുത്ത തലമുറയുടെ കാര്യം കഷ്ടമാണ്. കാരണം നമ്മളൊക്കെ കുറേ കൂടെ നടന്നിട്ടാണ്, ഞാനൊക്കെ 2.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഡെയിലി കോളേജിലൊക്കെ പോയിരുന്നത്. പക്ഷേ ഇന്നെന്തായി, പിന്നീട് സൈക്കിളിലായി, പിന്നെ ബൈക്കിലായി, ഇപ്പം എന്തായി, സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷയായി. കുട്ടികൾ നടക്കുന്നില്ല. അപ്പോൾ വളർന്നു വരുന്ന അവർ ഹെൽത്ത് കിട്ടേണ്ടുന്ന സമയത്ത് തന്നെ, അവരാരോഗ്യം പുഷ്ടിയോടെ വരുന്ന മസിൽ വർക്കിങ്ങോട് കൂടി വളർന്നു വരുന്ന സമയത്ത് പോലും അവർക്ക് ബോഡിക്ക് വേണ്ടുന്ന വർക്ക്, എസ്പെഷ്യലി ഗേൾസിനൊക്കെ അത് പിന്നെ തീരെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഭയാനകമായ സിറ്റുവേഷൻ. അടുത്തതോ, ഭൂമിയുമായിട്ടുണ്ടാകുന്ന മനുഷ്യൻ്റെ ബന്ധം, അതിൽ മാനിപ്പുലേഷൻ നടന്നു, കൈകടത്തൽ നടന്നു. ഭൂമിയുമായിട്ട് മനുഷ്യനുണ്ടാകുന്ന ബന്ധം അത് ചില്ലറയല്ല. ഭൂമിയിൽ നിന്നാണ് അതിൻ്റെ റിസോഴ്സ്, മനുഷ്യന് വേണ്ടുന്ന ആഹാരങ്ങൾ കിട്ടുന്നത്. അതെങ്ങനെയാണ്? അതൊന്ന് പിന്നെ പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾസ്, പച്ചക്കറികളും ഫ്രൂട്ട്സുകളും പച്ചിലകളും, അതുപോലെ എന്താ പറയുക, ഭൂമിയിലുണ്ടാകുന്ന വെജിറ്റബിൾസ് ആൻഡ് പ്ലാന്റ്സ്, ഫ്രൂട്ട്സ്. മറ്റൊന്ന് അനിമൽസ് ആൻഡ് പെറ്റ്സ്, ഇറച്ചി, മാംസാഹാരം. മറ്റൊന്ന് കടലിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് മീൻ, ഫിഷ് ആൻഡ് സീ ഫുഡ്സ്. അപ്പോൾ മാംസം ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, വെജിറ്റബിൾസും അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും കളങ്കം വന്നു. പിന്നെ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഇറച്ചി ഉണ്ടാക്കുന്ന ബ്രോയിലർ കോഴികളും മറ്റേ ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ഉണ്ടാക്കുന്ന പിന്നെ പോത്തും പശുവും ഫാമും ഒക്കെ വന്നു. ഫിഷും എന്തായി,
ആ രീതിയിൽ പിന്നെ ഇഷ്ടംപോലെ എന്താ പറയുക അക്വേറിയങ്ങളും അതുപോലെ സ്വകാര്യമായിട്ട് പിന്നെ മീൻ വളർത്തൽ കേന്ദ്രമൊക്കെ വന്നപ്പോൾ ആർട്ടിഫിഷ്യലാണ് ഇവിടെയൊക്കെ ഉണ്ടാകുന്നത്. കൊടുക്കുന്ന ഫുഡുകളൊക്കെ കോഴി ഫാമിലൊക്കെ കൊടുക്കുന്ന കോഴികൾക്ക് കൊടുക്കുന്നതിലും അധികം ഒരുപാട് രാസവസ്തുക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ പിന്നെ അതുപോലെ ഫെർട്ടിലൈസേഴ്സ് കൂടുന്നു, അതുപോലെ പിന്നെ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ അടിച്ചിട്ട് ആകെ കൂടെ ശരിക്കും പറഞ്ഞാൽ മാനിപ്പുലേഷൻ ധാരാളമായിട്ട് മനുഷ്യൻ്റെ ഫുഡിൽ വന്നു. ഇതൊന്നിപ്പോൾ മൊത്തത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല, നമുക്ക് കുറേ ശ്രദ്ധിക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ മൊത്തത്തിൽ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട അരി നമ്മൾ ഉണ്ടാക്കുക, നെല്ല് നമ്മൾ ഉണ്ടാക്കുക, ഗോതമ്പ് നമ്മൾ ഉണ്ടാക്കുക പറ്റൂല. അതുകൊണ്ട് ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ അതെല്ലാം നഷ്ടത്തിലാണ്. കാരണം എന്താ വെച്ചാൽ അത് പുഴു വന്ന് തിന്നു പോവും, അതല്ലെങ്കിൽ ഇപ്പം ഫ്രൂട്ട്സ് ഒന്നും കിട്ടൂല. കാക്കകളും പിന്നെ പരുന്തും ഒക്കെ വന്ന് തിന്ന്, പക്ഷികളൊക്കെ വന്ന് തിന്നും. ഇപ്പോൾ മറ്റെന്താ പറയുക, ഫ്രൂട്ട്സൊക്കെ ഈ ചിക്കുമൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ ഒന്നും കിട്ടൂല, അതൊക്കെ തിന്നു പോകും. അതൊന്നും കെയർ ചെയ്യാനും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഇത് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇൻഡിവിജ്വൽ തലത്തിൽ എന്തായാലും നടക്കില്ല. പിന്നെ വ്യവസായ തലത്തിൽ നടക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ്, അവിടെയാണെങ്കിൽ ഇത് പിന്നെ മാനിപ്പുലേഷൻ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എക്സസ് ഡിപ്പെൻഡ്സ് ഓൺ കെമിക്കൽ ബേസ്ഡ് മെഡിസിൻസ്. കെമിക്കൽ ബേസ്ഡ് മെഡിസിൻസിന് എക്സസ് ഡിപ്പെൻഡൻ്റ് ആണ് അധികമായിട്ടും. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി ഗർഭിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സിൽ രോഗിയായി എന്നായി. ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ രോഗിയാണെന്ന് അർത്ഥം. പിന്നെ ചെക്കപ്പോട് പിന്നെ ആ മരുന്ന് ഈ മരുന്ന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡ് എങ്ങനെ പോയി, കെമിക്കൽ ബേസ്ഡ് മെഡിസിൻസ് അതിൻ്റെ ആധിക്യം കൂടി. അതെല്ലാം വാസ്തവത്തിൽ മാനിപ്പുലേഷൻ. ബോഡിയിലേക്ക് വരേണ്ടുന്നത് എന്താണോ അതവൻ്റെ മരുന്നിലൂടെ. എങ്ങനത്തെ മരുന്ന്? ഭക്ഷണം. മെഡിസിൻ ഈസ് ദ ഹിപ്പോക്രറ്റ്സിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾ അതാ. മെഡിസിൻ ഈസ് യുവർ ഫുഡ്, ഫുഡ് ഈസ് യുവർ മെഡിസിൻ. മെഡിസിൻ ഈസ് യുവർ ഫുഡ്, ഫുഡ് ഈസ് യുവർ മെഡിസിൻ. അപ്പം ഭക്ഷണത്തിലാണ് ഈ മരുന്ന് എവിടെയാണ്? ഭക്ഷണത്തിൽ. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതെല്ലാം കോലം മാറി. അതുപോലെ എന്താ, ടോട്ടൽ നെഗ്ലിജൻസ് ഓഫ് സ്പിരിച്വൽ ഹീലിംഗ്. ആത്മീയമായ ചികിത്സ, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിലുണ്ടാകുന്ന ഒരു ഇതുണ്ട്, ഫിസിസ് എന്നതിന് പറയാം. ഫിസിസ് മീൻസ്, ഇപ്പം നമ്മൾ ഫിസിഷ്യൻ എന്ന് പറയില്ലേ, ഫിസിസ് മീൻസ് ഗ്രീക്കിൽ നമ്മളെ ഉള്ളിലുണ്ടാകുന്ന രോഗശമനം ഉണ്ടാക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ ആത്മാവിലൊരു കഴിവാണത്. അതിൻ്റെ പേരാണ് ഫിസിസ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഡോക്ടർ, ഫിസിഷ്യൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിശോധിച്ച് നോക്കുക, കീറുക, മുറിക്കുക, പിന്നെ തുന്നുക, കൂട്ടുക, ഇവനാണ്. പക്ഷെ അതല്ല. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡാണ്. അത് ഫിസിഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഫിസിക്സിനെ സഹായിക്കുന്ന ഒരുത്തുന്ന, അതുകൊണ്ട് നമ്മളെ ഇന്റേണൽ ക്യൂറിങ് സിസ്റ്റത്തെ സഹായിക്കുന്ന. ഇത് നമ്മുടെ പിന്നെ നോർമൻ കസിൻ എഴുതിയ ദ അനാട്ടമി ഓഫ് എ ഹ്യൂമൻ ഇൽനെസ് ആസ് പെർസീവ്ഡ് ബൈ ദ പേഷ്യൻ്റ് എന്നാണ് ബുക്കിൽ. ക്യാൻസർ ഉണ്ടായിട്ട് സ്വന്തം ഇൻ്റലക്ച്വൽ വർക്ക് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയിട്ടും ഇൻ്റലക്ച്വൽ വർക്കും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ക്യാൻസറിനെ തോൽപ്പിച്ച മനുഷ്യനാണ്. പിന്നെ ലോക ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ്റെ ചെയർമാനോ മറ്റോ ആയിരുന്നു. അദ്ദേഹം എഴുതിയ ബുക്കുണ്ട് ദ അനാട്ടമി ഓഫ് ഹ്യൂമൻ ഇൽനെസ് ആസ് പെർസീവ്ഡ് ബൈ ദ പേഷ്യൻറ്റ്. മനസ്സിലായത്? നല്ല ബുക്കാണ്. അതുകൊണ്ട് ആത്മീയമായിട്ടാണ് ഈ ശമനം കിട്ടേണ്ടത്. ഇമാം ഷാഫിയുടെ പിന്നെ ഉസൂൽ അതാണ്. ഇമാം ഷാഫിയുടെ ചികിത്സാ രീതിയുടെ ഉസൂൽ അതാണ്. പ്രവാചക വൈദ്യത്തിൻ്റെ ഉസൂൽ അതാണ്. ആത്മാവ് കൊണ്ട് ചികിത്സിക്കുക, ആത്മാവിൻ്റെ നൂറുകൊണ്ട് ചികിത്സിക്കുക എന്നാണ്. അപ്പോൾ ആത്മാവിന് ചികിത്സിക്കുന്ന സമയത്ത് സ്പിരിച്വാലിറ്റി, ആത്മീയതയ്ക്ക് റോളുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആത്മീയ ചികിത്സ ടോട്ടലി വിട്ടുപോയതാണ്. മറ്റൊന്ന് എമോഷണൽ ഹെൽത്ത്. നമ്മളെ മാനസിക ആരോഗ്യം അല്ലെങ്കിൽ എമോഷണൽ ഹെൽത്ത്, എസ്പെഷ്യലി പോസിറ്റീവ് ഫീലിങ്സും നെഗറ്റീവ് ഫീലിങ്സും. ആ പോസിറ്റീവ് നെഗറ്റീവ് ഫീലിങ്സുകൾ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അധികം ആളുകൾക്കും നെഗറ്റീവ് ഫീലിങ്സുകളുടെ ലോഡ് തന്നെ ഉണ്ട്. അവർ പുറത്തേക്കുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ, നല്ല വീട്, കൊട്ടാരം, നല്ല കാറ്, മറ്റേ ഫെസിലിറ്റീസ്, മക്കൾ, സോഷ്യൽ സ്റ്റാറ്റസ്, പൊളിറ്റിക്കൽ എല്ലാം ഉണ്ടാവും. പക്ഷേ അവരുടെ മൈൻഡിൽ, ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീലിങ്സുകൾ കൂടും. അത് രോഗത്തിലാണ് അവസാനിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള കുറേ ബേസിക് കാരണങ്ങൾ അതാണ്. ഇത് കാരണങ്ങൾ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റേജസ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് അവർ ട്രീറ്റ്മെൻറ്റ്. ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഹെൽത്ത് പ്ലാൻ ഉണ്ട്. അത് പ്രൂവണാണ്. എങ്ങനെ പ്രൂവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗൾഫിലൊക്കെ എന്ന സമയത്ത് 106 കിലോ ഉണ്ടായിരുന്നു. 106 കിലോ 2012 ഒരു 15-16 ഒക്കെ ആ സമയത്തൊക്കെ 106 കിലോ. അത് പിന്നെ നാട്ടിൽ വന്ന് ഇതിലെങ്ങനെ ഓടാനും ചാടാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരു പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാതെ നടന്ന സമയത്ത് അത് 96 പിന്നെ 96 ഞാൻ പിന്നെ കുറച്ച് കെയർ ചെയ്യാൻ തുടങ്ങി. ഞാനൊരു പിന്നെ ആട് ഫാം, എനിക്ക് ആടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഫാമൊക്കെ തന്നെ ഞാൻ തന്നെ സെറ്റപ്പ് ഇട്ട് അവരെ ഒരു ഹെൽപ്പറുണ്ട് വെച്ചുകൊണ്ട് അതൊക്കെ ആ സമയത്ത് എനിക്ക് 91 ഇപ്പോൾ 90-91 ഞാനിങ്ങനെ സെറ്റിൽ ചെയ്ത് കൊടുക്കുകയായിരുന്നു. 90, 91, 92 ആ റേഞ്ചിൽ.
പിന്നെയാണ് ഞാൻ എൻ്റെ പ്രവാചക വൈദ്യത്തിലെ നമ്മളെ ഇത് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അതിൻ്റെ ബുക്കുകൾ വെച്ചുകൊണ്ട് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി നടപ്പാക്കി. അത് 4 മാസം കൊണ്ട് വളരെ ഇൻറ്റൻസീവായിട്ട് നടപ്പാക്കിയിട്ട് 4 മാസം കൊണ്ട് ഏകദേശം 18 കിലോ കുറഞ്ഞു. ദാറ്റ് മീൻസ് 73 കിലോ ആക്കി കുറച്ചു ഞാൻ എൻ്റെ ഹെൽത്ത്. ശരിക്കും 4 മാസം കൊണ്ട് 73 ആക്കി 18 കുറക്കാൻ പാടില്ലെന്നാണ്. കാരണം ഒരാൾക്ക് ഒരു മാസത്തിൽ 4 കിലോയിലൊന്നും കുറയാം ഒരു 3 ഒക്കെയാണ് ആവറേജ് കുറച്ചത്. പക്ഷേ നമ്മളെ പ്ലാൻ വളരെ ഇൻറ്റൻസീവായിട്ട് നടപ്പാക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഒരു ടൈം ബേസ്ഡ് ആണല്ലോ. 4 മാസം കൊണ്ട് ഞാൻ 73 കിലോ ആക്കി മാറ്റി. വെറും കിലോ മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 81 കിലോ ആണ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിങ്ങും ഫുഡ് ഡയറ്റ് കൺട്രോളും 81 കിലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു ഹെൽത്തി ലൈഫിലാണ്. എനിക്ക് 54 വയസ്സായി. ഇതെൻ്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ദാറ്റ് മീൻസ് ബീങ് എ ലൈഫ് കോച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തിന് പറയുന്നതിന് എക്സാമ്പിൾ നമ്മളത് കൊടുക്കണമെന്നാണ് ലൈഫ് കോച്ചിൻ്റെ പ്രത്യേകത. നമ്മുടെ ലൈഫിൽ എക്സാമ്പിൾ ഇല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ കൊടുക്കും. ഇത് ഞാനിപ്പോൾ ഏകദേശം 15/10 ഒക്ടോബർ 15 പിന്നെ മെഡിക്കൽ ലാബിൽ പോയിട്ട് ചെക്ക് ചെയ്തതാണ്. എൻ്റെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അതുപോലെ എൻ്റെ ലിവർ ഫാറ്റ്, പിന്നെ എന്താ പറയുക ഫാറ്റി ലിവർ ഫാറ്റ് അല്ല ലിവർ ഫാറ്റ് ലിവറിൽ ഉണ്ടാകുന്ന ഫങ്ഷൻ, ലിവറിൻ്റെ ഫങ്ഷൻ കൊണ്ടുണ്ടാകുന്ന പിന്നെ ഹോർമോൺസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താ പറയുക ലിവർ ഫാറ്റ് എല്ലാം നമ്മൾ നോർമലാണ്, എല്ലാം വളരെ നോർമലായിട്ട്. വെയിറ്റ് 81 കിലോ. എൻ്റെ പ്രഷർ റഫ്ലി അബൌട്ട് 120/80. അപ്പോൾ എന്നോട് 120/80 കണ്ടിട്ട് ദാറ്റ് മീൻസ് പെർഫെക്റ്റ് റേഞ്ച്. ആ ടെസ്റ്റ് ചെയ്യുന്ന ലേഡി ചോദിച്ചു, നിങ്ങൾ മരുന്ന് കുടിക്കുന്നുണ്ടോ ചോദിച്ചു. നോ, ദാറ്റ്സ് മൈ ആക്ച്വൽ. മരുന്ന് കുടിക്കുന്നില്ല. അപ്പം മരുന്ന് കുടിക്കാതെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് അവരെ ചോദിച്ചത്. സോ എവറിത്തിങ് വാസ് 100% പെർഫെക്റ്റ്. ഇതിൽ ചുവന്നൊരു മറ്റു ലാബിൽ നിന്ന് ചുവപ്പ് മാർക്കിടും അല്ലെങ്കിൽ ഒരു ചുവന്ന ലെറ്റേഴ്സിലെടുത്ത് ഇതൊന്നും ചുവപ്പ് കാണാനില്ല. സോ പ്രൂവൺ റെക്കോർഡ്. അതിപ്പോൾ എന്ന് 2 മാസം മുമ്പ് 15/10 ഇനി ഇൻഷാല്ലാ ഞാൻ ഈ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഒരു 2-3 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ പ്രൂവൺ ആണ് ഈ ഫോർമുല. അതിന് വേണ്ടത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷനാണ് ആദ്യം വേണ്ടത്. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു ഇബാദത്താണ്. ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ 5 സംഗതികൾ, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഇത് ഉപയോഗിക്കാമെന്ന്. യൂസ് യുവർ യൂത്ത് ബിഫോർ ദ ഓൾഡ് ഏജ്. വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങളെ യുവത്വം ഉപയോഗിക്കുക. യൂസ് യുവർ ഹെൽത്ത് ബിഫോർ യുവർ സിക്നെസ്. രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം ഉപയോഗിക്കുക. യൂസ് യുവർ വെൽത്ത് ബിഫോർ പോവർട്ടി. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പത്ത് ഉപയോഗിക്കുക. യൂസ് യുവർ ഫ്രീ ടൈം ബിഫോർ യു ഗെറ്റ് ബിസി. നിങ്ങൾ ജീവിതത്തിൽ ബിസിയായി പോകുന്നതിന് മുമ്പ്, തിരക്കായി പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്രീ ടൈം ഉപയോഗിച്ചു. യൂസ് യുവർ ലൈഫ് ബിഫോർ ഡെത്ത്. മരണത്തിന് മുമ്പ് ജീവിതത്തെ ഉപയോഗിച്ചു. ഇതിൽ ആദ്യം പറഞ്ഞ യൂസ് യുവർ യൂത്ത് ബിഫോർ ഓൾഡ് ഏജ്. വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങളെ യുവത്വം ഉപയോഗിച്ചോ. അതുപോലെ യൂസ് യുവർ ഹെൽത്ത് ബിഫോർ സിക്നെസ്. രോഗം വരുന്നതിന് മുമ്പ് ഹെൽത്ത് ഉപയോഗിച്ചോ. ഇത് രണ്ടും അക്ഷരാർത്ഥത്തിൽ ഇബാദത്താണ്. മനസ്സിലല്ലേ? അതുകൊണ്ട് ഈ രണ്ടിലും പറഞ്ഞത് ഇബാദത്ത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഇബാദത്താക്കി എടുക്കുക. അതോടുകൂടി ഇത് അതിലൊരു ബ്ലെസ്സിങ്സ് വരാനുണ്ട്. അതൊരു ഒരു 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 ബ്ലെസ്സിങ് അതിൽ വരാനുണ്ട്. 2, ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് ഇതിൻ്റെ നമ്മൾ ലൈഫ് കോച്ചിങ്ങിൽ ഈ സ്പീച്ചിന് മുമ്പുള്ള സ്പീച്ച് ടൈം മാനേജ്മെൻറ്റാണ്. അവിടെ ഞാൻ പറഞ്ഞു ഒരു ജീവിതത്തിൽ ഓരോ മനുഷ്യരും 5 മണിക്കൂർ റിസർവ് ചെയ്യണം. അതെന്തിനായാലും ഒന്ന് തൻ്റെ ആത്മീയതക്കും തൻ്റെ ആരാധനകൾക്കും ആത്മീയതക്കും 1 മണിക്കൂർ. മറ്റൊന്ന് ദിവസം ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും അറിവ് കരസ്ഥമാക്കുവാൻ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും അറിവ് കരസ്ഥമാക്കുവാൻ 1 മണിക്കൂർ. മൂന്നാമത്തെ 1 മണിക്കൂർ തൻ്റെ ശരീരത്തിനുള്ള വർക്കിംഗ്, ശരീരത്തിന് ഫുൾ വർക്കിംഗ്, എല്ലാ ഭാഗത്തും വർക്കിംഗ് കിട്ടുന്ന പിന്നെ ഒരു മണിക്കൂർ. മറ്റൊന്ന് 1 മണിക്കൂർ തൻ്റെ ഇൻറ്റിമേറ്റ് ആളുകളുടെ കൂടെ ചെലവഴിക്കാൻ, തൻ്റെ ഭാര്യയും മക്കളും ഉമ്മയും ഉപ്പയും നമ്മളെ വീട്ടിൽ ആരാണോ ഉള്ളത് നമ്മളെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൻ്റെ കൂടെ ചെലവഴിക്കുവാൻ 1 മണിക്കൂർ ക്വാളിറ്റി ടൈം. അത് ഏതെങ്കിലും ഒഴിഞ്ഞ സമയമല്ല, സമയം ഉണ്ടാക്കി ക്വാളിറ്റി ടൈം ചെലവഴിക്കേണ്ട. അടുത്തത് എന്തായിരുന്നു? 1 മണിക്കൂർ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മളെ ഹോബികളോ അല്ലെങ്കിൽ നമ്മളെന്താണ് സെൽഫ് എസ്റ്റീം നീഡ്സ്, നമ്മുടെ ജീവിതത്തിൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുകൾ. സെൽഫ് എസ്റ്റീം നീഡ് എന്നല്ല, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ മീനിങ് ആൻഡ് പർപ്പസ്
പിന്നെ നടപ്പാക്കുന്ന ഹാപ്പിനെസ് കണ്ടെത്തുന്ന അവിടെ അതിലേക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ 5 മണിക്കൂർ റിസർവ് ചെയ്യുക. അതിൽ പെട്ടതാണെന്ന് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് 1 മണിക്കൂർ ജീവിതത്തിൽ നീക്കി വെക്കുക. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഈ രീതിയിലാണ് നമ്മൾ കുറച്ചത്. ഞാനിത് കുറക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓടി, വീണ്ടും ഞാൻ വിശദീകരിച്ചു തരാം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഫോർമുല വർക്ക് ചെയ്യുന്നിടത്ത്. പിന്നെ അത് 7 കിലോമീറ്റർ ഒറ്റയടിക്ക് നിൽക്കാതെ 7 കിലോമീറ്റർ ഓടുന്നിടത്തേക്ക് എത്തിച്ചു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്ത് കംപ്ലീറ്റ് ഫാറ്റ് എല്ലാം പോയി പുതിയൊരു ബോഡി മസിലൊക്കെ ആയിട്ട് ആയത്. മൂന്നാമത്തെ പ്രിപ്പറേഷൻസ് ഹെൽത്ത് മോണിറ്റർ ചെയ്യണം. അത് വെയിറ്റ് പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. വീട്ടിൽ മെഷീൻ 600 ഉറുപ്പിക എടുത്തൊരു മെഷീൻ കിട്ടും. വീട്ടിൽ വെച്ചിട്ട് വെയിറ്റ് ഡെയിലി ചെക്ക് ചെയ്യുക. ഇഫ് നോട്ട് ആഴ്ചയിൽ 2-3 തവണയൊക്കെ ചെക്ക് ചെയ്യുക. 2-3 തവണയൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഷുഗർ എന്ത് ചെയ്യുക, ഒരു ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. 2 ആഴ്ച കൂടുമ്പോഴോ, അതിന് ആകെ 30 റുപ്യ 50 റുപ്യേനെ ചിലവുള്ളൂ. 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കൊളസ്ട്രോൾ ഒന്ന് മന്ത്ലി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തിലൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ECG once in 6 months ഒക്കെ എടുക്കുക. ഞാനിപ്പോൾ ഒരു 1 year ബിഫോർ ഒന്ന് ECG എടുത്തു. വെറുതെ എടുത്തതാ, ഒരു ഇതുമില്ല, വെറുതെ പോയിട്ട് ECG എടുക്കുക. എന്താ, യെസ് നമുക്ക് എന്ത് ചെയ്യുക, അത് കൺവിൻസ് ആവും, യെസ് ഐ ആം ഫിസിക്കലി ഫിറ്റ് എന്ന് വരും. പിന്നെ മറ്റൊരു ഫിറ്റ്നസ് ഞാൻ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് അറിയോ? പിന്നെ അതിപ്പോൾ ഞാൻ ഇവിടെ ബാംഗ്ലൂർ മറ്റൊക്കെ ആയതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്നത്, നമ്മൾ തോട്ടത്തിൽ പണിയെടുക്കുന്ന ചെക്കന്മാരുണ്ടാവും. ആ പണിക്ക് എടുക്കുന്ന ചെക്കന്മാർ രാവിലെ 8 മണിക്ക് ഇറങ്ങും. അവരെ കൂടെ അവരെടുക്കുന്ന പണി എന്തോ കത്തിയോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ എടുക്കുന്ന പണി, അതല്ല വല്ല പിന്നെ ലോഡിങ്ങോ അല്ലെങ്കിൽ ഏറ്റലോ എന്തോ ആയിക്കോട്ടെ, അവരുടെ കൂടെ നമ്മൾ ഒരു ദിവസം രാവിലെ 8 മണിക്ക് നമ്മളെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഒരു വർക്കിംഗ് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, പാൻറ്റും വേണമെങ്കിൽ ഷൂസൊക്കെ ഇടാം, ഇട്ടിട്ട് നമ്മളതിൻ്റെ കൂടെ ഇറങ്ങാം. 8 മണിക്ക് ഇറങ്ങിയിട്ട് അവർ എപ്പോഴാണ് കയറുന്നത് അപ്പോൾ കയറുക. അപ്പോൾ 10 മണിക്ക് എന്തെങ്കിലും ചായയോ പിന്നെ അവലോ മറ്റെന്തെങ്കിലും പൊറോട്ടയൊക്കെ തിന്നവർ. അപ്പോൾ നമ്മൾ ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ച് ഒരു പിന്നെ 1:45 അല്ലെങ്കിൽ പിന്നെ 12:45 1 മണിക്കാർ ഒരു ഭക്ഷണത്തിൽ കയറും. അപ്പോൾ കയറും. ഞാൻ ആ ഗ്യാപ്പിൽ വന്നിട്ട് ഞാൻ കുളിച്ച് എൻ്റെ ലഹരിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവരിറങ്ങുന്ന സമയത്ത് അവരെ കൂടെ ഇറങ്ങും. യെസ്, അതൊരു 5 മണിക്ക് അവർ പണി നിർത്തുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങും. ഇത് എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു പിന്നെ ഒരു 2-3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു ദിവസം ചെയ്യും. അതെന്തിനാണെന്നറിയോ? അത് ഐ വാണ്ട് ടു കൺവിൻസ് മൈസെൽഫ് ദാറ്റ് ഐ ആം ഫിസിക്കലി ഫിറ്റ്. ഒരു 8 hours വർക്ക് ചെയ്യാൻ എൻ്റെ ഫിസിക്കൽ ബോഡി ഫിറ്റാണ് എന്ന് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്താനാണ്. അതിനാണ് ഞാൻ ഒരു 6 മാസം 1 കൊല്ലമൊക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് ECG എടുക്കുക. അതുപോലെ കൊളസ്ട്രോൾ ഇടയ്ക്ക് ഒരു 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പിന്നെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യുക. സോ ഈ ഒരു മോണിറ്ററിങ് നമുക്ക് വേണം. ഈ ഒരു മോണിറ്ററിങ് ഏതെങ്കിലും ഒരു ഡോക്ടർ പിന്നാലെ കൂടുമ്പോഴല്ല ചെയ്യേണ്ടത്. ഇത് നമ്മൾ ലൈഫിൻ്റെ ഒരു പാർട്ട്, ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരണം. ഈ രീതിയിലൊക്കെയാണ് ഇങ്ങനെ മെൻ്റൽ പ്രിപ്പറേഷനാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അടുത്തത് ഡോണ്ട് ഫോളോ ദ ടേസ്റ്റ്. നിങ്ങൾ ഈ ടേസ്റ്റിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? വലിയൊരു രോഗം അതാണ്. ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കൂ, ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കൂല. അത് ടേസ്റ്റുള്ള ഭക്ഷണം, അങ്ങനെ നിങ്ങൾ ടേസ്റ്റുള്ളത് കഴിക്കുക എന്ന് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ നിങ്ങളെ കൊണ്ട് ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റുള്ളൂ. അത്തരം ഭക്ഷണമേ കഴിക്കാനും പറ്റുള്ളൂ. റാദർ ടേസ്റ്റ് ഒരു വിഷയമേ അല്ല. അവിടെ ചെയ്യേണ്ടത് ഫോളോ വാട്ട് യു നീഡ് ഫോർ യുവർ ബോഡി. ഞാൻ ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു സമ്മറി, ഒരു തീം പറഞ്ഞുതരാം. മുമ്പുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല, കാരണം ഞാൻ മറന്നു, കുറേ മുമ്പ് കേട്ടതാണ്. ആ പ്രസിഡന്റ് പിന്നെ അദ്ദേഹം ഒരു സ്കൂൾ ഒരു കോളേജ് പ്രൊഫസറായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സലൻ്റ് സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിൻ്റെ അവസാന ദിവസം, ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ദിവസം, ആ സ്റ്റുഡൻറ്റിനോട് ഈ സാറ് പറഞ്ഞു, ഇന്ന് രാത്രി എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാം, വീട്ടിലേക്ക് വരണമെന്ന്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിന് വലിയ സന്തോഷമായി. പിന്നെ സാറ് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവൻ നേരത്തെ കാലത്തെ ഒരുങ്ങി ചെന്ന് നോക്കുമ്പം പ്രൊഫസറെ വീട്ടിൽ ചെല്ലുമ്പം ഒരു റൂമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒന്നും അന്ന് കൂടെ ഇല്ല, ഒറ്റയ്ക്ക് അന്ന് താമസിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്ത് കയറി ഇരിക്കാൻ പറയും. നോക്കുമ്പോൾ പഴയ ഒരു കട്ടില, ഈ ചൂടിയോണ്ട് മെടഞ്ഞ കട്ടിലുണ്ടാവുമല്ലോ, അതുണ്ട്. അതോടൊപ്പം ചെറിയൊരു റൂം, അതിൽ കുറച്ച് ബുക്കും കുറച്ച് ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നത്. ഇതാണ് ഇയാളെ റൂം. അങ്ങനെ എന്ത് ചെയ്തു, ഇയാൾ ചെന്നിട്ട് ഇവനോട് ഇരിക്കാൻ പറഞ്ഞു. ഈ കട്ടിലിൽ നിന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു കുറേ സമയം സംസാരിച്ചു. ഭക്ഷണം എടുത്തുകൊണ്ടിരുന്ന സമയം, ഇയാൾ ഭക്ഷണത്തിനാണ് ക്ഷണിച്ചത്. അപ്പോൾ ഭക്ഷണം നല്ല കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇയാൾ ഉണങ്ങിയ റൊട്ടി, സാധാരണ റൊട്ടിയും കുറച്ച് കറിയും കൊണ്ടുവന്നു. അത് പരിപ്പ് കറി എന്തോ മറ്റോ തോന്നുന്നുണ്ട്.
എന്തായാലും സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാവപ്പെട്ടവരൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് കറി, ഒരു കുപ്പി വെള്ളവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഭക്ഷണം ഇതാക്കോട്ടെ. അപ്പോൾ ഒരു കുറച്ച് ഭക്ഷണമുള്ളൂ, കുറേയൊന്നും ഇല്ല. അപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഈ ചെക്കനാകെ എന്ത് വിചാരിച്ചു, ഇതാണപ്പോൾ ഇദ്ദേഹം കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. എന്നാൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, അതുമില്ല. സാധാരണ ഒരു ഒരു പുതിയൊരു എന്തെങ്കിലും അറിവ് കാര്യം അതൊന്നും കിട്ടുന്നില്ല. യെസ്, ഗ്രേറ്റ് ലെസൺ ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് പിന്നെ തീം ശ്രദ്ധിച്ചോളൂ. ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കുറച്ച് കറിയേ ഉള്ളൂ. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ കുപ്പി തുറന്നിട്ട് ഈ വെള്ളം ഈ കറിയിക്കണ്ട് ഒഴിച്ചു. കുറച്ച് കറിക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം കുറച്ച് കോരി ഒഴിച്ചു. റൊട്ടി രണ്ടാളും അപ്പുറം ഇരുന്ന് റൊട്ടി ഈ കറിയും കൂട്ടിയാണ് കഴിച്ചു. ഈ കറിക്കുള്ള ടേസ്റ്റ് കൂടി പോയി. ഭക്ഷണം കഴിച്ച് അപ്പോഴൊന്നും സാറൊന്നും മിണ്ടുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് എന്നാൽ സാറേ ഞാൻ പോട്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് കണ്ടു. പക്ഷെ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന വിസ്ഡം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ കുട്ടി അങ്ങോട്ട്, യെസ്, നിനക്കത് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം, ഞാനത് മനസ്സിലാക്കി തരാനാണ്. നെവർ ഫോളോ യുവർ ടേസ്റ്റ്. നിന്റെ ജീവിതത്തിൽ ഒരു മേഖലയിലും, ഭക്ഷണം എന്ന് മാത്രമല്ല എവിടെയും നീ ടേസ്റ്റിന് ഫോളോ ചെയ്യരുത്. ഡു വാട്ട് ഈസ് റിക്വയർഡ് ഫോർ യുവർ ബോഡി ഓർ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ എന്താവണം, എവിടെ എത്തണം, എന്ത് വേണം, എന്ത് വേണ്ട എന്നതിനനുസരിച്ച് തീരുമാനമെടുത്തോ എന്ന വലിയൊരു ഗ്രേറ്റ് ലെസൺ ഞാൻ ചെറിയൊരു ലെക്ചറായി എനിക്ക് തന്നാലും റെക്കോർഡാവില്ല. അതുകൊണ്ട് നിന്റെ ലൈഫിൽ ഒരു മെമ്മറബിൾ ഇൻസിഡൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് അധ്യാപകൻ പറഞ്ഞു. ഗ്രേറ്റ് ലെസൺസ്, ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. ഇൻ മൈ ലൈഫ് ഞാൻ ടേസ്റ്റ് പ്രിഫർ ചെയ്യാത്ത ആളാണ്. എൻ്റെ ലൈഫിൽ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ മൈ ബോഡി അതാണ് ഞാൻ കഴിക്കുക. അതുകൊണ്ട് എല്ലാത്തരം കടലകളും പച്ചക്കറികളും എല്ലാം നമ്മൾ വാങ്ങും. എസ്പെഷ്യലി ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ്, ഞാൻ ബാംഗ്ലൂർ മറ്റൊക്കെയാണ് സമയത്ത് ഞാനൊരു 8-10 ഐറ്റംസ് വെജിറ്റബിൾസ് ആണ്. അത് മീൻ കോമ്പാറ്റബിൾ ആയതുണ്ടാവും, മീൻസ് ഫിഷുമായിട്ട് ചേർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മീറ്റ് കോമ്പാറ്റബിൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളെ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി. പിന്നെ ChatGPT ഉണ്ട് അല്ലേ. ഇതുപോലെ ഇവരോട് ചോദിച്ചാൽ ഇഷ്ടം പോലെ, അതല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അപ്പം നമുക്ക് ബോഡിക്ക് എന്താ ആവശ്യമുള്ളത്. അപ്പോൾ ഒരാഴ്ചയിൽ എല്ലാ തരം പച്ചക്കറികളും, കുറച്ച് ഫ്രൂട്ട്സും, കുറച്ച് കിഴങ്ങ് വർഗ്ഗം, കുറച്ച് ഇലവർഗ്ഗം, കുറച്ച് മീനും, കുറച്ച് ഇറച്ചിയും, കുറച്ച് മുട്ടയും, കുറച്ച് പാലും, അല്ലെങ്കിൽ തൈര്, കുറച്ച് വെണ്ണയും, പിന്നെ ഒക്കെ അകത്തെത്തുന്ന എന്നാൽ അത്യാവശ്യം ഷുഗർ എന്നാൽ ആവശ്യത്തിൽ കൂടുതലാവരുത്. ആ രീതിയിൽ എന്ത് ചെയ്യുക, പിന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫുഡും എൻജോയ് ചെയ്യാൻ പറ്റും. ടേസ്റ്റ് പ്രിഫർ ചെയ്യാന്നുള്ള സംഗതി ജീവിതത്തിൽ നിന്ന് എടുത്തിട്ട് ഒഴിവാക്കിക്കൊണ്ട് വലിച്ചെറിയാം. ടേസ്റ്റ് പ്രിഫർ ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഏറ്റവും സക്സസ് ഫോർമുല. ടേസ്റ്റിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയുക. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ഫുഡും ടേസ്റ്റാണ്. അങ്ങനെ സമയത്ത് ഞാനത് ലൈഫിൽ എക്സ്പീരിയൻസ് ഇല്ല ആളാണ്. ഞാൻ പുറത്തുനിന്ന് എന്ത് ഫുഡ് കഴിച്ചാൽ എനിക്കത് ഭയങ്കര ടേസ്റ്റ് തോന്നും. ഇപ്പം എൻ്റെ വൈഫിനോട് പലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പം നിങ്ങൾക്ക് എന്ത് ഫുഡും ടേസ്റ്റ് എന്താണല്ലോ, ഏത് ഫുഡ്, ഇപ്പം ഈ ഫുഡ് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. വൈ? ബിക്കോസ് ഞാൻ ആ ഫോർമുലയുടെ ഒഴിവാക്കിയോട് കൂടിയിട്ട് ഞാൻ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും വെള്ളത്തിനും എല്ലാത്തിനും എനിക്ക് ടേസ്റ്റ് കിട്ടും. ദിസ് ഇസ് പ്രാക്ടിക്കലി, ഞാൻ അള്ളാനെ മറന്ന് പറയല്ല, പ്രാക്ടിക്കലി എൻ്റെ ലൈഫിലുള്ളതാണ്. സോ ഇൻ ദിസ് സിറ്റുവേഷൻ ഫുഡ് മാത്രമല്ല, നിങ്ങളെ ലൈഫിലുള്ള ഓരോ നിമിഷം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ചെറിയ സംഗതികൾ പോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് ജോർജ് വാഷിങ്ടൺ വൈഫ് പറഞ്ഞത്. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ സംഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന വലിയ സംഗതികൾ, ജീവിതത്തിൽ വലിയ ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാറ് വാങ്ങിച്ചു, എത്ര കാറ് ജീവിതത്തിൽ വാങ്ങും. കല്യാണം കഴിഞ്ഞു, എത്ര കല്യാണം ഒരാളുടെ ജീവിതത്തിൽ കിടക്കും. വീട് വെച്ചു, എത്ര വീട് ഒരാളുടെ ഇങ്ങനെ ജീവിതത്തിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന വലിയ സംഗതികളിൽ നിന്ന്, വല്ലപ്പോഴും ഉണ്ടാകുന്ന സ്ഥിതിയിൽ നിന്ന് നിത്യേന ഹാപ്പിനെസ് കിട്ടൂല. അതേ സമയത്ത് ജീവിതത്തിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന പ്രയാസമോ വിഷമോ വേദനയോ അത് നിത്യേന വേദന തരുകയും ചെയ്യും. മൈൻഡിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചത് ആദമിൻ്റെ മക്കളെ. എന്ത് ചെയ്യാനാ? ഒന്നുമില്ല, നമ്മളെല്ലാവരും അതിൽ
ആ നിയമത്തിന് ബാധക. അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിത്യേനയുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് സന്തോഷം നുള്ളിപ്പെറുക്കി എടുക്കുവാൻ പഠിച്ചവനാണ് ജീവിതത്തിൽ ഹാപ്പിനെസ് എന്നും നിലനിർത്താൻ പറ്റുള്ളൂ. ഹൗ യു ക്യാൻ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ലൈഫ് എന്നൊരു കോഴ്സ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. തോമസ് ഫ്രാൻസിസ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിൻ്റെ ഒരു ചാപ്റ്ററാണ്, ഒരു 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 ഏരിയ, ഒരു സെഗ്മെൻറ്റ്സ് അതാണ്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ അതിലെ വിഷയത്തിൽ ഫ്രീ ഓൺലൈൻ ക്ലാസ്സസ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സോ ഞാൻ പറഞ്ഞൊരു വലിയ ഗ്രേറ്റ് ലെസണാണ് എന്ത്, അത് പ്രവാചകൻ്റെ ജീവിതത്തിൽ സുന്നത്തിലുണ്ട്. പ്രവാചകന് കൂട്ടാനൊന്നും ഭക്ഷണത്തിന് എന്താ പറയുക സൈഡ് ഡിഷൊന്നും ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചപ്പം സുർക്ക ഉണ്ട് അവിടെ എന്ന് ചോദിച്ചു. എന്താ പറയുക വിനാഗിരിയോ സുർക്ക ഉണ്ട് അവിടെ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, അത് കുറച്ചു. അത് കൂട്ടിയ സമയത്ത് റസൂൽ സുർക്ക നല്ല കൂട്ടാൻ, സുർക്ക എത്ര നല്ല കൂട്ടാൻ, ദാറ്റ് മീൻസ് സുർക്ക എത്ര നല്ല സൈഡ് ഡിഷ് എന്ന് പ്രവാചകൻ പറയുക ചെയ്തത്. ബിക്കോസ് ഹി എൻജോയ്ഡ് ഇറ്റ്. എന്താ മാതിരി എന്തും നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് വന്നാൽ പിന്നെ എൻജോയ് ചെയ്തിട്ട് മൈൻഡ്. സോ ചേഞ്ചിങ് യുവർ മൈൻഡ്. സോ മെൻ്റൽ പ്രിപ്പറേഷൻ അതാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ആൻഡ് അവോയ്ഡ് ആഫ്റ്റർനൂൺ സ്ലീപ്പ്. ഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നത് ഒഴിവാക്കുക. ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാണ് കിടന്നുറങ്ങിയാൽ അയാളുടെ ആരോഗ്യം കയ്യിൽ നിൽക്കൂല, പുറത്തു പോകും. ഉറങ്ങണോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉറങ്ങിക്കോ. അത് തന്നെ പകൽ കൂടുതൽ ഉറങ്ങരുത്, കുറച്ച് ഉറങ്ങുക. കൈലൂല്യത്തിൻ്റെ ഉറക്കം എന്ന് പറയും. വെയിൽ നല്ല ടോപ്പ് ചൂട്, ലഹ്ർ നമസ്കാരത്തിൻ്റെ മുമ്പുള്ള ഉറക്കം, അത് തന്നെയാണ് ഇസ്ലാമിക്കിലേക്ക് പറയാം കൈലൂല്യത്തിൻ്റെ ഉറക്കം. അതിലൊരു ബർക്കത്ത് വേറെയുണ്ട്. അതുകൊണ്ട് രാത്രി നമസ്കാരത്തിന് രാത്രി ഉറക്കൊഴിക്കാനും നമുക്ക് രാത്രി ഇബാദത്ത് എടുക്കാൻ വേണ്ടി കൂടുതൽ ആരോഗ്യം കിട്ടും, പകൽ റെസ്റ്റ് കിട്ടും. അത് കൂടുതലൊന്നും വേണ്ട, 20 മിനിറ്റോ അരമണിക്കൂറോ മതി. അതൊരു ദീർഘമായ സ്ലീപ്പും അല്ല. ആ സമയത്ത് ഒന്ന് മയങ്ങിയാൽ മതി, ഒന്ന് മയങ്ങി. സോ പകലത് ഇനിയിപ്പോൾ ലഹറിന് മുമ്പാണെങ്കിലും പിമ്പാണെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ, പക്ഷേ ഭക്ഷണം കഴിച്ച ഉടനെ അതാക്കല്ലേ. ഭക്ഷണം കഴിച്ച ഉടനെ അത് ചെയ്യാതിരിക്കുക. പക്ഷെ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഉറക്കം ഒഴിവാക്കുന്നത് വളരെ മസ്റ്റാണ്. എന്തിന്? അതുപോലെ രാത്രി ഭക്ഷണം കഴിക്കുക കുറച്ച് നേരത്തെ കഴിക്കുക. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് കഴിക്കുക. മനസ്സിലായില്ലേ? ഇത്തരം ക്ലിപ്പുകളൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും നമ്മളെ എല്ലാ പാക്കേജും ഹൗ ഡിഡ് ഐ പ്രൂവ് ഇൻ മൈ ലൈഫ്, ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെ പ്രൂവ് ചെയ്തു ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിൻ്റെ സ്റ്റെപ്സുകളാണ്. ഒപ്പം അവോയ്ഡ് സ്ലീപ്പിംഗ് ആഫ്റ്റർ ടേക്കിംഗ്. അപ്പം എന്താ പറയുക, ഉച്ചക്കുള്ള ഉറക്കം ഒഴിവാക്കുക. മാത്രമല്ല ഇനിയിപ്പോൾ രാത്രി ആയാലും പകലായാലും ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കം ഒഴിവാക്കുക. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പ് ഇടും. വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാലും ആരോഗ്യം കയ്യിൽ നിൽക്കും. അടുത്തത്, ഹ്യൂമൻ ബോഡി ഈസ് ഡിസൈൻഡ് ഫോർ ഹാർഡ് വർക്ക്. മനുഷ്യൻ്റെ ശരീരം ഹാർഡ് വർക്കിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട സാധനം. ആദമിൻ്റെയും മക്കളുടെയും ശരീരം അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചത് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട സാധനം. അതുകൊണ്ട് ആ പർപ്പസ് അത് നടത്തി കൊടുക്കണം എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കാണ് വരുന്നത്. അടുത്തത് കലോറി കോൺഷ്യസ്. നമ്മൾ എടുക്കുന്ന ഭക്ഷണം അതിൽ എത്ര കലോറി ഉണ്ട്, നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന പ്രവൃത്തി വഴി എത്ര കലോറി ബേൺ ഔട്ട് ആകുന്നുണ്ട്. അപ്പോൾ ഒരു കലോറി കോൺഷ്യസ്നെസ് നല്ലതാണ്. അല്ല ചുരുങ്ങിയ പക്ഷം നമ്മൾ എത്ര റിച്ച് ഫുഡാണ് കഴിക്കുന്ന ഒരു ദിവസം. അല്ല ഇപ്പോൾ ഞാൻ ഒരാഴ്ചയിൽ എത്ര ബിരിയാണി അടിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചയിൽ എത്ര തവണ പാല് കുടിച്ചു, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ എത്ര മുട്ട കഴിച്ചു, അല്ലെങ്കിൽ എത്ര കിലോ ഇറച്ചി അകത്താക്കി. ഇതേ രീതിയിൽ ആ ഒരു അർത്ഥത്തിലൊരു ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധം. അതല്ലെങ്കിൽ കലോറി കോൺഷ്യസ്. കലോറി വെച്ചിട്ട് തന്നെ ഫുഡ് മാനേജ് ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. ഞാൻ ചില കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ട് പിന്നെ അടുത്ത് ഇതാവുന്ന സമയത്ത് അദ്ദേഹം രാത്രി ഫുഡ്, ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് രാത്രി ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രാവിലെ കഴിച്ച ഫുഡിൻ്റെ കലോറി കൂട്ടിയിട്ടാണ്, കണക്ക് കൂട്ടിയിട്ടാണ് അദ്ദേഹം അന്ന് ചെയ്ത പ്രവൃത്തി നോക്കിയിട്ടാണ് അദ്ദേഹം രാത്രി ഫുഡ് ഓർഡർ ചെയ്തത്. ഞാൻ ആകെ സർപ്രൈസ്ഡായിപ്പോയി അന്ന്. മനസ്സിലായില്ലേ? പക്ഷേ നൗ ദാറ്റ്സ് ഐ എം വർക്കിംഗ് ഇൻ മൈ. അത് ഞാൻ ദിവസം ചെയ്യില്ല, ഇങ്ങനെ കണക്ക് കൂട്ടില്ല. പക്ഷേ ഒരാഴ്ചയിൽ എത്ര ക്വാണ്ടിറ്റി താക്കുന്നുണ്ട് ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഓടുകയാണോ, ജോഗിങ് ആണോ, നീന്തലാണോ, സൈക്ലിംഗ് ആണോ, ഇതിനനുസരിച്ച് നമ്മളെ കലോറി എത്ര ബേൺ ഔട്ട് ആവുന്നുണ്ട് നമ്മളൊരു ഒരു എസ്റ്റിമേഷൻസ് നമുക്ക് ഉണ്ടാവണം. യെസ്. അതോടൊപ്പം ബോഡി മാസ് ഇൻഡെക്സ്. നമ്മളെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉണ്ടാക്കുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. ഇതൊരു ഇൻ്റർനാഷണൽ ഒരു ഫോർമുലയാണ്. പക്ഷേ ഇത് 100% നടപ്പായിക്കൊള്ളണമെന്നില്ല. പല ആളുകൾക്ക് നടപ്പാവില്ല. കാരണം ആളുകളുടെ ബോഡി ടൈപ്പിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾക്ക് തൊലി ഭയങ്കര കട്ടിയായിരിക്കും. തൊലിക്കട്ടി എന്ന് പറയുന്നത് അതല്ല കേട്ടോ. തൊലി ബയോളജിക്കലി അവരുടെ തൊലിക്ക് നല്ല കട്ടി ഉണ്ടാവും. ചില ആളുകൾക്ക് തൊലിയിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടും. ചില ആളുകൾക്ക് അവരുടെ ബോഡി സ്ട്രക്ചർ നല്ല ഫ്രെയിമായിരിക്കും, ഭയങ്കര. ചില ആളുകളുടെ എല്ല് ഭയങ്കര
ഹെവി ആയിരിക്കും, സോളിഡ്, ഭയങ്കര ഒരു കട്ടിയുള്ള എല്ലും കനമുള്ള എല്ലായിരിക്കും. ചില ആൾക്കാരുടെ തലയൂട്ടി വലുതാകും, ചില ആൾക്കാരുടെ എന്ത് ചെയ്യും ഈ ഈ പിന്നെ എന്താ പറയുക, ചില ആൾക്കാരുടെ കാല് ഉടലിനേക്കാൾ കൂടുതൽ വലിപ്പം ഉണ്ടാവും കാല്. ചില ആൾക്കാർക്ക് കൈ ഭയങ്കര ഇവിടെയൊക്കെ ഭയങ്കര വലിപ്പം, കാല് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബോഡി വ്യത്യാസങ്ങൾ, അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസങ്ങൾ, ഫ്രെയിം വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പിന്നെ സ്വാഭാവികമായിട്ടും ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് നമ്മളെ ഓപ്റ്റിമം വെയിറ്റ് എത്രയെന്നുള്ളത് ഞാൻ ഒരു സിമ്പിൾ പ്രാക്ടിക്കൽ ഫോർമുല നിങ്ങളെ പഠിപ്പിച്ചു തരാം. അത് അവിടെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ പിന്നെ മറ്റൊന്ന്, നടന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, ട്രാവലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് നടക്കാൻ ഒരു കിലോമീറ്റർ സെറ്റ് ചെയ്യണം. അര കിലോമീറ്റർ ആണെങ്കിൽ അതിനുള്ളിലേക്ക് ഞാൻ വാഹനം എടുക്കില്ല, മോട്ടോർ സൈക്കിളും കാറും എടുക്കില്ല. അത് പള്ളിയിൽ പോകുന്നതായിക്കോട്ടെ, കടയിൽ പോകുന്നതായിക്കോട്ടെ, മറ്റാവശ്യത്തിന് പോട്ടെ, തോട്ടത്തിൽ പോകുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിത്യേന എൻ്റെ ജീവിതത്തിൽ അര കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഡിസ്റ്റൻസ് ആണോ ഐ വിൽ നോട്ട് ടേക്ക് ദ വെഹിക്കിൾ. ഇതെൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സാധനം. ആ സമയത്ത് ബോഡി ശരിക്കും കൊണ്ട സമയത്ത് അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് നടക്കാൻ ബൈക്ക് ആവശ്യം വരില്ല. അപ്പോൾ ആ രീതിയിൽ ആണ് നമ്മളിത് എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് നമ്മൾ സെറ്റ് ചെയ്യണം. ആൻഡ് മറ്റൊന്ന്, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ആയത്തുകളും ഹദീസുകളും പഠിക്കുക. ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ കുറവായിരിക്കും, പക്ഷേ ഹദീസുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ ധാരാളം പഠിച്ചാൽ, ആ ഹദീസുകൾ പഠിച്ചാൽ എന്താ പറയുക, ആയത്തും ഹദീസും പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് മെമ്മറി ആവും. അല്ലെങ്കിൽ പലതവണ കേട്ടാൽ നമ്മൾക്ക് അതിൻ്റെ ആശയം മെമ്മറിയിൽ വരും. അത് നമ്മുടെ ലൈഫിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രവർത്തിച്ചു വരും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടത് മൂന്നിലൊന്നിൽ കഴിക്കരുത്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വയറ് നിറയെ കഴിക്കരുത്, പിന്നെ അല്ലെങ്കിൽ ഇന്ന വസ്തുക്കൾ മിക്സ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കുറേ ഇപ്പോൾ പ്രവാചക വൈദ്യത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ അടിയിൽ പിൻഭാഗത്തുണ്ട് കുറേ. ഇബിൽ കൈമിൻ്റെ ബുക്കിൻ്റെ പിൻഭാഗത്ത് കുറേ ഇതുപോലുള്ള റൂൾസ് ഉണ്ട്. ഇന്ന ഭക്ഷണം തമ്മിൽ ഒരുമിച്ച് കഴിക്കരുത്, പിന്നെ ഇന്ന സമയത്ത് വെള്ളം കുടിക്കരുത്, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. വേണ്ടവർക്ക് അത് എടുത്ത് വായിച്ചു നോക്കിക്കോളൂ ഇൻഷാ അല്ലാഹ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവാചക വചനങ്ങൾ, ഹദീസുകൾ ധാരാളം പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത്, അപ്പോൾ എപ്പോഴും ഒരു മെൻ്റൽ പ്രിപ്പറേഷൻസ്, ഒരു നോളേജ് കൊണ്ടാണ് ഇതൊക്കെ സമീപിക്കേണ്ടത്. നോളേജ് ഈസ് ദ റിയൽ സൊല്യൂഷൻ ഫോർ യുവർ ലൈഫ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് നോളേജിലൂടെ സമീപിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻസ് ആയി വരിക. ഓക്കെ, നൗ വെയിറ്റ് കുറക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങാം. സ്റ്റെപ്പ് നമ്പർ 1, റെഡ്യൂസ് ദ ഫുഡ്. ആദ്യം ഫുഡ് റെഡ്യൂസ് ചെയ്യുക. ഫുഡ് റെഡ്യൂസ് ഡേ ബൈ ഡേ, ഒന്നായിട്ട് കുറയ്ക്കരുത്. കുറച്ച് ഇന്നലത്തേക്കാൾ കുറച്ച് കുറയ്ക്കുക. അങ്ങനെ ദിവസം കുറച്ചാൽ കഴിഞ്ഞ ആഴ്ചത്തിലേറെ കുറച്ച് കുറഞ്ഞു, കഴിഞ്ഞ മാസത്തിലേറെ കുറച്ച് കുറഞ്ഞു. അതുകൊണ്ട് ഫുഡ് കുറച്ച് കൊണ്ടുവരിക. അതും രാവിലെ കഴിക്കുന്ന ഫുഡ്, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ്, രാത്രി കഴിക്കുന്ന ഫുഡ് എന്ന റേഷ്യോ ഉണ്ടാവും. അത് രാവിലെ കഴിക്കുന്നത് അത്യാവശ്യം നല്ലോണം കഴിക്കണം, ഉച്ചയ്ക്ക് അത്ര കഴിക്കണ്ട, രാത്രി കുറച്ചുകൂടി കുറയ്ക്കുക. അപ്പോൾ ഒരു വി ഷേപ്പിലാക്കുക. ബോഡി വി ഷേപ്പ് ആകാൻ വേണ്ടി വി ഷേപ്പിൽ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അത് റിയാലിറ്റിയാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത്രയും കഴിക്കരുത് ലഞ്ചിൻ്റെ അത്രയും കഴിക്കരുത് ഡിന്നർ. ഇങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റും കുറക്കുക, ലഞ്ചും കുറക്കുക, ഡിന്നറും കുറക്കുക. ഇങ്ങനെ കുറച്ച് ദിവസേന ഇത് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ കുറച്ച് വരുന്ന സമയത്ത് ഒരു ഭാഗത്തൂടെ കുറച്ച്, ഒപ്പം ചെറിയ വർക്കിംഗ് തുടങ്ങുക. മുറ്റത്തുനിന്ന് കളിക്കുക, അല്ലെങ്കിൽ അല്പം നടക്കുന്ന കുറച്ച് ഓടെ, അല്ലെങ്കിൽ മുറ്റത്ത് കത്തിയോണ്ടോ കൈക്കോട്ടുണ്ടോ എന്തെങ്കിലും ചെയ്യേ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോഡി വർക്ക് ചെയ്യാൻ തുടങ്ങുക. സംതിങ്, എന്തെങ്കിലും, ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്ച്ച് അത് കൂട്ടി കൊണ്ടുവരിക. ഫുഡ് കുറച്ച് കൊണ്ടുവരിക, കുറച്ച് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുക, ബോഡി വർക്ക് കൊണ്ടുവരിക. ഇത് രണ്ടും കൂടിയും വരുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ, ഇങ്ങനെ ടേബിൾ കിട്ടും നിങ്ങൾക്ക്. ഫുഡ് കുറച്ച് വരുന്നു, ബോഡി വർക്ക് കൂട്ടി വരുന്നു. ഒരു സമയത്ത് നിങ്ങൾക്ക് ഇനി കുറക്കാൻ വയ്യ ഫുഡ് എന്നിടത്തേക്ക് എത്തും, ഒരു വീക്ക്നെസ് വരും. അത് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കുമ്പോൾ എങ്ങനെ, ഇപ്പം നമസ്കരിക്കുന്ന സുജൂദിന്ന്, പിന്നെ അത്തഹിയ്യാത്ത് നിന്ന് എണീക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ സ്റ്റെപ്സ് കോണി കയറുന്ന സമയത്ത്, അതല്ലെങ്കിൽ നടക്കുന്ന കുറച്ചൊരു കയറ്റം കയറുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു ക്ഷീണം വരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഫുഡ് അല്പം കൂട്ടി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ നമ്മളെ ഫോർമുലയുടെ മർമ്മപ്രധാനമാണ് ഞാൻ പറയുന്നത്. ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഏത് സാധാരണക്കാരും, മനസ്സിലല്ലേ, ഏത് സാധാരണക്കാരും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയതാണ്. കുറച്ച് കൂട്ടി കൊടുക്കുക, ഒരു 2-3 ദിവസം കൂട്ടുക. അപ്പോൾ ആ ക്ഷീണം പോകും. പക്ഷേ ബോഡി വർക്കൗട്ട് കുറയരുത്, ബോഡി വർക്കൗട്ട് നിർത്തരുത്. ആ ഫുഡ് വീണ്ടും കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ എന്തായി, ആ കുറച്ചാൽ പഴയ ലെവലിലെത്തും, പക്ഷേ ക്ഷീണം ഉണ്ടാവില്ല. വീണ്ടും ഫുഡ് കുറച്ച് വീണ്ടും മുന്നോട്ട് വരിക, കുറച്ച് വരിക, ബോഡി വർക്കൗട്ട് കൂട്ടി വരിക. അപ്പോൾ എന്തേലും വീണ്ടും ഇതേമാതിരി ഒരു 4 ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു സ്റ്റേജിലെത്തും, ഒരു ക്ഷീണം വരുന്ന അവസ്ഥ.
വീണ്ടും ഫുഡ് അല്പം കൂട്ടി കൊടുക്കുക, 2-3 ദിവസം കൂട്ടി കൊടുക്കുക, വീണ്ടും കുറക്കുക. അപ്പോൾ നിങ്ങൾ ആ ലെവലും കഴിഞ്ഞു. ഇതോടൊക്കെ നിങ്ങൾ വെയിറ്റ് ഇങ്ങനെ ഒരു 600 ഉറുപ്പിക കൊടുത്താൽ മതി ഒരു മെഷീൻ വാങ്ങാണെന്ന്. അത് നിങ്ങൾ വെയിറ്റ് മെഷർ ചെയ്ത് കൊണ്ടും വെയിറ്റ് കുറഞ്ഞ് 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 വരുന്നുണ്ടാവും. ബോഡി വർക്കൗട്ടിൻ്റെ ടൈം നോക്ക് കൂടിയിട്ടുണ്ടാവും, വേർപ്പ് നോക്ക് കൂടിയിട്ടുണ്ടാവും, നമ്മൾ എടുക്കുന്ന ടൈം നോക്ക്, അത് ഓടിയ ദൂരം നോക്ക്, ഇതൊക്കെ കൂടിയിട്ടുണ്ടാവും. ബോഡി വർക്കൗട്ടിൻ്റെ അടയാളങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവും, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, ഫുഡിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേജിലെത്തും നിങ്ങൾ. ആ സ്റ്റേജിൽ നിന്ന് ഇനി നോ മോർ റിഡക്ഷൻ ഓഫ് ഫുഡ് എന്നിടത്തേക്ക് എത്തും. അവിടെ നിങ്ങൾ ഫുഡ് സെറ്റിൽ ചെയ്ത് ബോഡി വർക്കൗട്ട് കൂട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ബോഡി വർക്കൗട്ട് കുറേശ്ശെ കൂട്ടേണ്ടി വരും, പക്ഷേ ഫുഡ് കൂട്ടേണ്ടി വരില്ല. ബോഡി വർക്കൗട്ട് കുറേശ്ശെ കൂട്ടേണ്ടി വരും, പക്ഷേ ഫുഡ് കൂട്ടേണ്ടി വരില്ല. പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? ബോഡി വർക്കൗട്ട് കൂട്ടേണ്ടി വരും, പക്ഷെ ഫുഡ് കൂട്ടണ്ട. അവിടെ സെറ്റ്, അതാണ് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ്. ദാറ്റ് ഈസ് ഫിറ്റ് ഫോർ യു. അതാണ് നിങ്ങളുടെ ഒപ്റ്റിമം വെയിറ്റ്. മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ 81 ഇത് ഞാൻ ഒന്നും കൂടി ബോഡി വർക്കൗട്ട് കൂട്ടിയിരിക്കുന്നത് കുറച്ച് ഒരു 77-78 തന്നെ നിർത്താം. അത് നല്ലൊരു ഹെൽത്തി സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പം കുറേ സ്റ്റഡീസും കോച്ചിങ് ക്ലാസ്സും എല്ലാം കൂടി ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ പോകുന്നത്. മാത്രമല്ല ഞാൻ എൻ്റെ എൻ്റെ മെഷീൻസ്, നമ്മൾ ജിമ്മിൻ്റെ മെഷീൻ വാങ്ങണം. നമ്മുടെ പുതിയ വീട് വെക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഓതു കൊടുക്കാനുള്ള സ്ഥലം, ഒരു പള്ളി അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സ്ഥലം, അത് അല്പം നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് അത് അവിടേക്ക് കയറുമ്പം ഓതു കൊടുക്കാനുള്ള സ്ഥലം, സ്ത്രീകൾക്കുള്ള വേറെ ടോയ്ലറ്റ്, അതങ്ങനെ തന്നെ സ്ത്രീകൾക്കുള്ള വേറെ ടോയ്ലറ്റ്, പുരുഷന്മാർക്കുള്ള വേറെ ടോയ്ലറ്റ്, 2 ഡൈനിങ് ഹാളുണ്ട് പതിക വീട്ടിൽ, സ്ത്രീകൾക്ക് ഡൈനിങ് ഹാൾ വേറെ, അതുപോലെ റിസപ്ഷൻ ഏരിയ സ്ത്രീകൾക്കുള്ള വേറെ, പുരുഷന്മാർക്കുള്ള. അൽഹംദുലില്ലാഹ് ഇതൊക്കെ നല്ല ബെസ്റ്റ് പരിപാടികളാണ്, നല്ല സുന്ദരമായ പരിപാടികളാണ്, നല്ല ഒരു ഡെവലപ്മെൻറ്റ്സ്. ഒപ്പം പല വീട്ടിലും ഒരു റൂം ജിമ്മിന്, അത് ചിലപ്പോൾ മോള് സെറ്റപ്പ് ചെയ്തായിരിക്കും. പക്ഷേ ജിമ്മിന് വലിയ മെഷീൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരൊറ്റ മെഷീൻ വാങ്ങിയാൽ തന്നെ ഒരു 10-28 ഐറ്റം. ഇപ്പം ഞാൻ വാങ്ങിച്ച മെഷീൻ ഉണ്ട്, 10-50,000 രൂപ വരും. പക്ഷെ ഒരു 28 ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിലൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 78 ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് കുറഞ്ഞു വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഞാൻ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് സമയത്ത് നടക്കുന്നില്ല. പക്ഷെ അവിടെ എനിക്ക് പിന്നെ എന്താ പറയുക, അവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സർസൈസും നമ്മൾ ചെയ്യും, അതൊന്നും വിടൂല. എക്സർസൈസ് ഒക്കെ പാർട്ട് ഓഫ് ദ ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എക്സർസൈസ് കൂട്ടി വരിക, ഫുഡ് കുറച്ച് വരിക, ഒരു ലെവലിൽ എത്തുമ്പോൾ ദാറ്റ് ഈസ് യുവർ ബോഡി വെയിറ്റ്. അതാണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സും നമ്മുടെ വെയിറ്റും അവിടെ നിർത്താൻ പറ്റും. ഓക്കെ. ഒപ്പം ഈ വർക്കിംഗ് എന്ത് ചെയ്യുക, നമ്മൾ ചെറിയ വർക്കിംഗ് തുടങ്ങുന്നത് കൂട്ടിക്കൊണ്ടുവരിക. അത് ജോഗിങ്, ആഴ്ചയിൽ ഒരു ദിവസം ജോഗിങ് ചെയ്യണം. ആഴ്ചയിൽ ജോഗിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓട്ടോ അല്ല നടത്തോ അല്ല, അതിനിടയിലുള്ളത്. അത് ചെയ്യാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 30 മിനിറ്റ്സോ 40 മിനിറ്റ്സോ 50 മിനിറ്റ്സോ 1 അവറോ, ഞാൻ 1 അവറാണ് ചെയ്യാറുള്ളത്. ഒരു 1 അവർ നോൺ സ്റ്റോപ്പ് ജോഗിങ്. അൽഹംദുലില്ലാ അത് പല ഹെൽത്തിൻ്റെ ആളുകളോട് പറഞ്ഞു ദാറ്റ്സ് എ പെർഫെക്റ്റ് കണ്ടീഷൻ. യെസ്, ഐ എം 54, എനിക്ക് 54 വയസ്സായി. ദാറ്റ്സ് എ പെർഫെക്റ്റ് കണ്ടീഷൻ, അൽഹംദുലില്ലാ. സോ അങ്ങനെ നമ്മൾ ജോഗിങ് ആഴ്ചയിൽ ഒരു ദിവസം ജോഗിങ് ചെയ്യണം. പിന്നെ എക്സർസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സുബേസ്കാരം കഴിഞ്ഞൊരു തോർത്തുമുണ്ട് തലയിലിട്ടിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്നുണ്ടാവും. ഈ നടത്തം കൊണ്ട് കാലിൻ്റെ മുട്ടൊക്കെ തേഞ്ഞിട്ടും വേറെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ 45-ന് ശേഷം നിങ്ങൾ ദിവസം നടക്കാൻ മെനക്കെട്ടാൽ കാലിൻ്റെ മുട്ട് തേയും, ഓപ്പറേഷൻ വേണ്ടി വരും പിന്നീട്. അതുകൊണ്ട് ആ സ്ഥിരമായ നടത്തം, സ്ഥിരമായ ഓട്ടമൊക്കെ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യാറിയോ, അങ്ങനെ ചെയ്തെങ്കിൽ മസിൽ കുറയില്ല എന്നല്ല, ഫാറ്റ് കുറയും, ഫാറ്റിനോടൊപ്പം മസിലും കുറയും, ഫാറ്റ് കുറയുന്നതോടൊപ്പം മസിലും കുറയും. അതുകൊണ്ട് പക്ഷേ മസിൽ കുറയാൻ പാടില്ല, മസിൽ ഡെവലപ്പ് ചെയ്യണം, വളർത്തണം. നമ്മളെ ഇറച്ചി മസിൽസ് ഡെവലപ്പ് ചെയ്യണം, അത് കുറയാൻ പാടില്ല. അതുകൊണ്ട് കുറേ നടന്നിട്ട് വെയിറ്റ് കുറച്ച് നമുക്കൊരു ഹാപ്പി ആവും, ആ വെയിറ്റ് കുറേ കുറഞ്ഞിട്ടോ 10 കിലോ കുറഞ്ഞിട്ടോ എന്നൊക്കെ പറയാം, പക്ഷേ മസിൽസ് കുറയരുത്. അതുകൊണ്ട് ബോഡിയുടെ ഫങ്ഷൻ എന്താണെന്നറിയോ, ബോഡിയുടെ എല്ലാ ഭാഗത്തും വലിവ്, പുള്ളിങ് ഫങ്ഷനാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള മസിൽസ് പുള്ളിയാണ്, നമ്മളിങ്ങനെ പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള മസിൽസ് പുള്ളിയാണ്. ബോഡിയിൽ ഫുള്ളായിട്ടുള്ള ഫങ്ഷൻസ് വലിവിൻ്റെ ഫങ്ഷനാണ്. ഇപ്പോൾ നമ്മൾ എണീക്കുന്ന സമയത്ത് കാലിൻ്റെ തുടയുടെ മേൽഭാഗത്തുള്ള മസിൽസ് ഇങ്ങനെ വലിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ എണീക്കുന്നത്. നമ്മളിങ്ങനെ പൊങ്ങാണ് വിചാരിച്ചാൽ നമ്മളെ പുറം ഭാഗത്തുള്ള മസിൽസ് ഇങ്ങനെ വലിക്കുന്നത്. അപ്പോൾ ഈ വലിവ് ഫങ്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ വലിവ് ഫങ്ഷനാണ് ഈ ബോഡിക്കുള്ളത്. 2 സംഗതിക്കുള്ള പുഷിങ് ഫങ്ഷൻസ്, തള്ളുന്ന, ബലം പിടിച്ചിട്ട് തള്ളുന്ന. അതൊന്ന് റസൂല് പറഞ്ഞത് എല്ലില്ലാത്ത 2 ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം, പുരുഷൻ്റെ ലൈംഗിക അവയവം. ഇതിന് മാത്രമുള്ള പുള്ളിങ് ഫങ്ഷൻസ്, മറ്റതൊക്കെ പുഷിങ് ഫങ്ഷനാണ്. ഓക്കെ. അതുകൊണ്ട് ശരീരത്തിന് എല്ലാ സ്ഥലത്തും വലിവ് കിട്ടുന്ന, വലിവ് ഇപ്പം ഇങ്ങനെ പിടിച്ചാൽ ചെസ്റ്റ് കംപ്ലീറ്റ് വലിയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ ഈ
ബാഗ് കംപ്ലീറ്റ് വലിയുന്ന. ഇപ്പം ഇങ്ങനെ വലിച്ചാൽ നമ്മളെ റിബ് ഫുള്ള് വലിയുന്ന, എല്ലാ ഭാഗത്തും വലിവ് കിട്ടുന്ന എക്സർസൈസ് വേണം. അതുപോലെ പുള്ളിങ് ഫങ്ഷൻസ്, മസിൽ ഇങ്ങനെ വർക്ക് ചെയ്യിക്കുന്ന, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അല്ലേ, ഇങ്ങനെ വർക്ക് ചെയ്യിക്കുന്ന ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ് എല്ലാ ബോഡിയുടെ എല്ലാ മസിൽസിനും കിട്ടണം. ഇപ്പോൾ ഷോൾഡറിന് കിട്ടണം, ഇവിടെ കിട്ടണം, ബാക്കിൽ 3-4 മസിൽസ് അവിടെ കിട്ടണം, ചെസ്റ്റിൽ തന്നെ 2-3 ഉണ്ട് അത് കിട്ടണം, നമ്മളെ അബ്ഡോമിനൽ മസിൽസിന് കിട്ടണം, TVAക്ക് കിട്ടണം. പിന്നെ അപ്പോൾ എല്ലാ സ്ഥലത്തും വർക്കിംഗ് കിട്ടുന്ന എക്സർസൈസസ്. ഇനി ഏറ്റവും നല്ലത്, നിങ്ങളടുത്ത് ജിം ഉണ്ടെങ്കിൽ ജിമ്മിൽ പോയിക്കോ. അടുത്ത് ജിം അല്ലെങ്കിൽ വീട്ടിൽ ജിം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജിം എന്ത് ചെയ്യുക, പിന്നെ അടുത്ത് ജിം ഉണ്ടെങ്കിൽ അത് പോ. പിന്നെ കുറച്ച് ആ കളി കളിച്ചു, ഈ കളി കളിച്ചു, കളിയൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഉള്ളിൽ ബോഡിയിൽ എല്ലായിടത്തും എത്തേണ്ടുന്ന റേഷ്യോയിലൊന്നും എത്തൂല. അതോടൊപ്പം നമ്മൾ ബോഡി നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ഷോൾഡർ കുറവായിരിക്കും, അവർക്കത് എന്ത് ചെയ്യാം, ജിമ്മിൽ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിമ്മ് ഷോൾഡറിന് കിട്ടുന്ന എക്സർസൈസ് കൂടുതൽ ചെയ്യും. ചില ആൾക്ക് ചെസ്റ്റ് കുറവായിരിക്കും, ചില ആൾക്കാർക്ക് ബാക്ക് ഹിപ്പ് കുറച്ച് കൂടും, ചന്തി നമ്മുടെ ബട്ടക്സ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ ട്യൂൺ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ കാലിൻ്റെ മസിൽസ് കുറവായിരിക്കും, ചിലപ്പോൾ നമുക്ക് കാലിൻ്റെ മസിൽസ് കൂടുതലായിരിക്കും, ചിലപ്പോൾ TVA തീരതുണ്ടാവില്ല. അവിടെ എന്താണ് നമുക്ക് വേണ്ടത്? അപ്പോൾ നമുക്ക് വി ക്യാൻ ഷേപ്പ് അവർ ബോഡി. നമുക്ക് എന്താക്കിക്കൂടെ? അൽഹംദുലില്ലാ നമ്മളെ നമ്മളെ ബോഡി നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരുന്നൂടെ, ഹെൽത്തി ആയി കൊണ്ടുവരുന്നൂടെ? അതെല്ലാം നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്. ഹാപ്പിനെസ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഹാപ്പി ലൈഫ് ഈസ് മൈ ബർത്ത് റൈറ്റ്. അതെൻ്റെ ജന്മാവകാശമാണ്. സന്തോഷകരമായ ജീവിതം ഹലാലായ രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഹലാലായ രീതിയിൽ സന്തോഷകരമായ ജീവിതം, ദാറ്റ് ഇസ് മൈ ബർത്ത് റൈറ്റ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ് കോച്ച്. ഇതാണ് നമ്മുടെ ലൈഫ് കോച്ചിങ്ങിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ്. ഓക്കെ, യെസ്. അപ്പോൾ ആ രീതിയിൽ, അപ്പോൾ അത് ജെൻസിന് പറ്റുന്ന എക്സർസൈസ് ഉണ്ട്, അല്ലാത്തവർക്കുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓപ്പറേഷനോ മറ്റേ സർജറിയൊക്കെ കഴിഞ്ഞ സ്ത്രീകളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യണം, അത് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യരുത്. പക്ഷെ അത് നിങ്ങൾ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കണ്ടിട്ടൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു ജിം ട്രെയിനറൊക്കെ കണ്ടിട്ട് ചെയ്യുക. യെസ്, ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. ആൾറെഡി ഡയബറ്റിക് ആണെങ്കിൽ ഒറ്റയടിക്ക് പോയിട്ട് ഇങ്ങനെ ചെയ്യരുത്. അത് ഹെൽത്ത് പ്രൊഫഷണൽസിനോട് ഇന്നൊക്കെ ചെയ്യാൻ പറ്റും, ഇത്ര മണിക്കൂർ എനിക്ക് ചെയ്യാൻ പറ്റും ഒക്കെ ചോദിച്ചിട്ട് ചെയ്യുക. സോ അതിൽ താലമൂൻ അറിയാത്ത അവരോട് ചോദിക്കും. പക്ഷെ നെവർ ടേക്ക് ദി പ്രഡിക്ഷൻസ്. അവരെ പ്രഡിക്ഷൻസ് ഒരിക്കലും എടുക്കരുത്. അവരോട് ഇങ്ങനെ ഒപ്പീനിയനൊക്കെ ചോദിക്കാം, നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരിക എന്നതല്ലാതെ. ഓക്കെ, സോ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. തുടങ്ങാനൊരു ആവശ്യത്തോടുള്ളൂ. ഈ ജിമ്മ് നടത്തിയ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ജാനുവരി 1-ാം തീയതി ഭയങ്കര അഡ്മിഷൻ ആയിരിക്കും. കാരണം എന്താ? ന്യൂ ഇയർ ഡിസിഷൻ, ഇനിയിപ്പോൾ ഡിസംബർ 31 അന്ന് രാത്രി പല ആൾക്കാർ പുതിയ ഡിസിഷൻ, നാളെ രാവിലെ ഈ അടുത്ത വർഷം ജിമ്മ് ചെയ്യും. ഓക്കെ, ജിമ്മിൽ എന്ത് ചെയ്യും, പുതിയ അഡ്മിഷൻ വരും. പിന്നെ അത് ആ മാസം കൂടി, അന്ന് നല്ല വരുമാനം ഉണ്ടാവും, ഫീസൊക്കെ കിട്ടും, പക്ഷെ ആ മാസം കൂടി നിലക്കൂലം. അപ്പോൾ അതിന് കിട്ടിയത്. സോ വിന്നേഴ്സ് നെവർ ക്വിറ്റ്. നമ്മൾ പരാജയപ്പെടുകയെന്നറിയോ, നമ്മൾ അറ്റംപ്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ്. അറ്റംപ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നില്ല. വിന്നേഴ്സ് നെവർ ക്വിറ്റ്. വിജയികൾ ഒരിക്കലും എന്തില്ല, സ്റ്റോപ്പ് ആക്കില്ല കാര്യങ്ങൾ. യെസ്, അങ്ങനെ എന്ത് ചെയ്യുക, അത്ലറ്റിക് ആയിട്ട് പല രീതിയിലുള്ള എക്സർസൈസ്, അതിൽ നമുക്ക് കാലിസ്തനിക്സ് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ്. ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, കുറച്ച് മാർഷ്യൽ ആർട്സ് പഠിക്കുന്നത് നല്ലതാണ്. അതെന്തിനാണെന്നറിയാം, നമുക്കൊരു ധൈര്യത്തിനും ഒരു കോൺഫിഡൻസിനും ഒരാളുകളോട് ഹെഡ് ചെയ്യാനും. ആൻഡ് സ്റ്റാൻഡിങ് ഫോർ ദ ട്രൂത്ത് വലിയൊരു വാല്യൂ ആണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, സ്റ്റാൻഡിങ് ഫോർ ദ ട്രൂത്ത്, സ്റ്റാൻഡിങ് ഫോർ ദ ജസ്റ്റിസ്. ഇവിടെയൊക്കെ നമുക്ക് വോയിസ് വരാനും അവിടെ സ്റ്റാൻഡ് കിട്ടാനും അതൊക്കെ മാർഷ്യൽ ആർട്സ്. മാർഷ്യൽ ആർട്സ് പറഞ്ഞാൽ മനസ്സിലായോ? കരാട്ടെ, കുംഫു, തൈക്കൊണ്ടോ, പിന്നെ മൗത്തായി, അതുപോലെ കളരി, ഈ ജാതി പരിപാടി, ക്രാമാഗ ലേറ്റസ്റ്റ് അല്ല ഈസി ടെക്നിക്കാണ്. ആ ക്രാമാഗ ഒന്ന് പ്രത്യേക പല എന്ത് കട്ടിലും ക്രാമാഗയാണ്, എന്ത് സക്സസ്ഫുൾ ചെയ്താലും ക്രാമാഗയാണ്. ഓക്കെ, സോ ഒരുപാട് എക്സർസൈസസ് മനസ്സിലായില്ലേ? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, കൊണ്ടുവരും, മണ്ടിക്കാട്, മഞ്ചേരി ഒക്കെ ഉണ്ട്, എല്ലായിടത്തുണ്ട്. ഓക്കെ, സോ ഈ രീതിയിൽ ഹെൽത്ത് കെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഗീവ് അപ്പ്. നിർത്തരുത്. ഇത് 100% ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് മൈ ലൈഫ്. അത് ആക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പിന്നെ നെവർ സ്റ്റോപ്പ് ഇറ്റ്. ഈ രീതിയിൽ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബോഡി വർക്കൗട്ട്. അപ്പോൾ ബോഡി വർക്കൗട്ടിൻ്റെ സിമ്പിൾ ഫോർമുല എന്തായിരുന്നു? ഫുഡ് കുറച്ച് കൊണ്ടുവരിക, റെഡ്യൂസ് ചെയ്യുക, ബോഡി വർക്കൗട്ട് കൂട്ടുക. ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ക്ഷീണം വരും, അവിടെ ഫുഡ് കൂട്ടിക്കൊടുക്കുക, പക്ഷേ ബോഡി വർക്കൗട്ട് നിർത്തരുത്. 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഫുഡ് കുറക്കുക, ബോഡി വർക്കൗട്ട് കൂട്ടുക.
കുറച്ച് ദിവസം കഴിഞ്ഞാൽ, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ക്ഷീണം വരും. അവിടെ ഫുഡ് അല്പം കൂട്ടി കൊടുക്കുക, വീണ്ടും താഴ്ത്തുക, പിന്നെ കുറച്ച് കൊണ്ടുവരിക. ഈ രീതിയിൽ ഒരു നോ മോർ എന്നൊരു ലെവലിൽ, ഇനി പറ്റൂല എന്നൊരു ലെവലിൽ എത്തും. അതാണ് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെയിറ്റും. അവിടെ നിങ്ങൾ സെറ്റിൽ ചെയ്യിച്ചാൽ മതി. അതാണ് ഈ നമ്മളെ ബോഡി, പിന്നെ റെഡ്യൂസിങ് ദ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, പിന്നെ മസിൽ ബിൽഡ്, ബോഡി വർക്കൗട്ടിനെ കുറിച്ച്. ഇനി ഫുഡ് റീസ്ട്രക്ചറിങ് ആണ്. ഫുഡ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതൊക്കെ ഒരു 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 എന്താ ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഒരു പോവർട്ടി ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി ആകുമ്പോൾ, ഡെവലപ്പിംഗ് കൺട്രി പിന്നെ മേലോട്ട് വരുന്ന സമയത്തൊക്കെ വരുന്ന ട്രാൻസിഷൻ ഇതാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? 80% അരിയായിരിക്കും. ഇപ്പോൾ നമ്മളൊരാളെടുക്കുക, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ, ഞാൻ കഴിച്ച ഫുഡിൽ അരിയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഞാൻ കഴിച്ച അരിയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4 ഗോഡൗൺ തുടങ്ങാൻ മാത്രം ഉണ്ടാവും. അതുപോലെ ഞാൻ കഴിച്ച ഇറച്ചി കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4 കോഴി ഫാം തുടങ്ങാനുള്ള ഇറച്ചി ഉണ്ടാവും. ഞാൻ കഴിച്ച ഗോതമ്പ് എത്ര ഉണ്ടാവും? അതൊരു 4 ചാക്ക് തികയില്ല. ഞാൻ കഴിച്ച റാഗി എത്ര ഉണ്ടാവും? 10 കിലോ ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലെ വേറെ കുറേ സീരിയൽസ്, ധാന്യങ്ങളുണ്ട്. മനുഷ്യന്മാരുടെ മെയിൻ ഫുഡ് ഏതാ? ധാന്യം. ഹബ്ബം വനബാത്ത വജന്നാത്തിൻ അൽഫാഫ. ഹബ്ബം വനബാത്ത മീൻസ് ധാന്യങ്ങൾ. വജന്നാത്തിൻ അൽഫാഫ പച്ചക്കറികളും കിഴങ്ങുകളും ഫ്രൂട്ട്സുകളും. മനുഷ്യൻ്റെ മെയിൻ ഫുഡ് ഈ സാധനം ഇന്നതെന്നില്ല. എല്ലാം നമ്മൾ എല്ലാ ഐറ്റംസ് ഫ്രൂട്ട്സും കിട്ടണം, എല്ലാ ഐറ്റം ഇലകളും കിട്ടണം, എല്ലാ പച്ചക്കറികളും കിട്ടണം, എല്ലാ കിഴങ്ങ് വർഗ്ഗവും കിട്ടണം. അതുപോലെ ഹലാലും തയ്യുമായിട്ടുള്ള എല്ലാ മാംസവും കഴിക്കണം, എല്ലാ തരത്തിലുള്ള മീനും കിട്ടണം, അതുപോലെ ധാന്യങ്ങളും എല്ലാ തരത്തിലുള്ളതും എല്ലാം കഴിക്കണം. അപ്പോൾ ചിലത് തന്നെ കുറേ കാലം ഇങ്ങനെ കഴിച്ചാൽ, ഇപ്പോൾ ഒരു വലിയ 10-80 വയസ്സാകുന്നത് വരെയൊക്കെ, ഇപ്പോൾ നമ്മളൊക്കെ പൂർവികർ, നമ്മളെ പിന്നെ പിതാവ് വല്യപ്പിന്മാരൊക്കെ എത്ര അരിയാ കഴിച്ച് അരി തന്നെ കഴിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു ഗോതമ്പ് കഴിക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ചപ്പാത്തിയിലേക്കൊക്കെ മാറിയപ്പോൾ ചപ്പാത്തിയും ഓട്സും പിന്നെ റവയും പിന്നെ ചൊളാണ്ടിയും പിന്നെ എന്താ മീൻസ് റാഗിയും പിന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് മിക്സ്. അപ്പോൾ ഫുഡ് റീസ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമ്മളെ എല്ലാ ഫുഡുകളും നമുക്ക് ഹലാലും തയ്യുമായിട്ടുള്ള എല്ലാ ഫുഡുകളും നമുക്ക് ഒരാഴ്ചയിൽ എല്ലാം എൻ്റെ വയറ്റിലേക്ക് അതിൻ്റേതായ, ഇപ്പം ഇപ്പം ധാന്യങ്ങളെത്തുന്ന അത്ര ഇറച്ചി എത്തിക്കൊള്ളുന്നില്ല. അതിനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അറിയോ, അമേരിക്ക ഇപ്പം കഴിക്കുന്നത് പിന്നെ എന്താ പറയുക, ഹലാലും തൊയ്യുമായിരിക്കണം. അതൊരു നിയമമാണ്. ഹലാലും തൊയ്യുമായിട്ടുള്ള ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. ഹലാൽ ആണോ അല്ലേതിൽ വെരി ഇമ്പോർട്ടൻ്റാണ്. അതോടൊപ്പം എന്ത് ചെയ്യുക, ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിനൊരു പാറ്റേൺ ഉണ്ട്. അത് പിന്നെ അമേരിക്കയുടെ അഗ്രികൾച്ചറൽ മിനിസ്ട്രി പുറത്ത് വിട്ടിട്ടൊരു ഒരു ടേബിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള, വളരെ പ്രാക്ടിക്കലാണ്. അത് ഞാൻ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. സോ ഹലാലും തയ്യുമായിട്ടുള്ളത് കഴിക്കാവും, കെട്ടതും ചീഞ്ഞതും കഴിക്കരുത്, കേടുള്ളത് കഴിക്കരുത്. പിന്നെ ഈ റീസ്ട്രക്ചറിൽ ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് ഈ ചങ്ങാതി ഒഴിവാക്കിയേക്ക്. പഞ്ചസാര, വൈറ്റ് ഷുഗർ, നോ, ഇറ്റ് ഇസ് എ വൈറ്റ് പോയ്സൺ. ഈ പഞ്ചസാര കലക്കി കുടിക്കുന്ന ചായയിലും കോഫിയിലും പാലിലും ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ കുടിക്കുന്ന ദ്രാവങ്ങളിൽ ഇത് കലക്കി കുടിക്കുന്നൊരു പരിപാടി, അത് നിർത്തിയേക്ക് ഫസ്റ്റ്. ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ മുഖം ചുളിയുന്നുണ്ട്. പഞ്ചസാര എല്ലാം കഴിയും മക്കളെ, കഴിയും. എൻ്റെ വീട്ടിലെ പഞ്ചസാര വാങ്ങാറില്ല. നമ്മൾ വാങ്ങുന്ന ഷോപ്പുകാർ ചോദിക്കും, അല്ല പഞ്ചസാര നിങ്ങൾ തീരെ വാങ്ങൂലേ? വാങ്ങും. അത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അതൊരു പോയ്സൺ. അത് ഞങ്ങൾ ഗസ്റ്റൊക്കെ കൊടുക്കുള്ളൂ. ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കും. എന്താ, യെസ്, ആ പോയ്സൺ അവർ ചോദിച്ചു വാങ്ങും. അതുകൊണ്ട് ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ 2 കിലോ പഞ്ചസാരയൊക്കെ കൊണ്ടുവന്ന് വെക്കും. ബാക്കിയുള്ള സാധനമൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ എല്ലാം ഓരോ കിലോ ഒക്കെ വാങ്ങിച്ചു. ഇപ്പോൾ പിന്നെ കടലയും പിന്നെ പല ഐറ്റംസ് കടലകളൊക്കെ ചെറുപയറും മറ്റേ പരിപ്പും ഇതൊക്കെ ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇതെന്താണ്, അതൊക്കെ ഇടക്കിടക്ക് വാങ്ങും. അതേസമയത്ത് പഞ്ചസാര അതൊരു 2 കിലോ കഴിയുമ്പോൾ, പിന്നെ 3 മാസമോ 4 മാസമൊക്കെ കഴിയുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ പഞ്ചസാര കലക്കി കൊടുക്കൽ ഫസ്റ്റിൽ നിർത്ത്. അത് ഞാൻ പറഞ്ഞ ഡോണ്ട് ഫോളോ ദ ടേസ്റ്റ്. ആ ഒരു മൈൻഡിലേക്ക് വരുമ്പോഴേ ഇത് നടക്കുകയുള്ളൂ. രണ്ടാമത്തെ ഈ ചങ്ങാതി ഒഴിവാക്കി. ബ്രോയിലർ ചിക്കൻസ് മാക്സിമം കുറക്കുക. നാടൻ ചിക്കൻ കിട്ടുമൊക്കെ ഉപയോഗിക്കുക. ബ്രോയിലർ ഒഴിവാക്കാൻ കഴിയുമല്ലോ വെച്ച് കഴിയുന്നവരുണ്ട്. ഞാൻ കുറേ കാലം ഒഴിവാക്കിയിരുന്നു. പക്ഷേ കഴിക്കും ഇപ്പോഴും. എങ്ങനെ? കുറച്ചേ കഴിക്കും. അതുകൊണ്ട് ഈ ബ്രോയിലർ, കാരണം എന്താ, ഈ കോഴിയെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അവരെ ബോഡി ബൾജ് ചെയ്യാൻ, നമ്മളിത് ആ കെമിക്കൽസൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അബോർഷൻ കൂടും അത്ര ആളുകൾക്ക്. പുരുഷന്മാർ കഴിച്ചാലും സ്ത്രീകൾ കഴിച്ചാലും ആ പുരുഷന്മാരുടെ സ്പേംസിൽ, അവരുടെ ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ അബോർഷൻ കൂടുന്നുണ്ട്. കാരണം എന്താ,
ഒരു മുട്ട ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഒരു ദിവസം 2 മുട്ട ഇടാനുള്ള ഇഞ്ചക്ഷനൊക്കെ അവർക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാർക്ക് അബോർഷൻ കൊടുക്കും. കാരണം അവർക്ക് മുട്ട ഉള്ളിലായാൽ എഗ്ഗായാൽ പുറത്ത് വരും. സോ അബോർഷൻസ് കൂടാനുള്ള ഒരു കാരണം അതാണ്. സോ മുട്ട കഴിക്കുന്ന സമയത്ത് നാടൻ കഴിക്കുക. പിന്നെ അതുപോലെ ടിൻ ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ഫ്രോസൺ മാക്സിമം ഒഴിവാക്കുക. പിന്നെ എന്ത് സംഗതി ഇപ്പം ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. അതുപോലെ എക്സാഗ്രേഷൻ, ഫുഡിൻ്റെ റിച്ച്നെസ് ആൻഡ് ക്വാളിറ്റി അതിൽ കുറക്കുക. ഫുഡിൻ്റെ ക്വാളിറ്റി കുറക്കുക. മന്തിയും പിന്നെ ബ്രോസ്റ്റും, യെസ് യു ക്യാൻ ഹാവ് ഇറ്റ് വൺസ് ഇൻ എ വൈൽ, എന്നെങ്കിലുമൊക്കെ ആവുക. പക്ഷേ അതിനർത്ഥം ഇതിൻ്റെ ഫ്രീക്വൻസി കുറക്കുക. ഫുഡിൻ്റെ റിച്ച്നെസ് കുറക്കുക. അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റിയും കുറക്കുക. ക്വാണ്ടിറ്റി കുറക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇനി അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്, ക്വാണ്ടിറ്റി കുറക്കുക. പിന്നെ അടുത്ത് നമ്പർ ഓഫ് ടേക്കിങ്സ് കുറക്കുക. ആവർത്തിച്ചെടുക്കുന്നത്. അപ്പം ആവർത്തിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ വളരെ കുറച്ചായിട്ട് പലപ്പോഴും എടുക്കാം. പലപ്പോഴും അതിലിപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്യാരറ്റ് ഒരു സമയത്ത് നമ്മൾ ഡേറ്റ്സ് കഴിച്ചു, ഒരു കാരക്ക 2-3 കഴിച്ചു. വേറെ സമയത്ത് നമുക്ക് ഒരു 2 കാരക്കയും അല്ലെങ്കിൽ ഗിയാറൊക്കെ വെട്ടി തിന്ന്, അതല്ലെങ്കിൽ വേറെ സമയത്ത് 4 ആപ്പിളിൻ്റെ പീസ് കഴിച്ച്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി കൂടേണ്ട ആളുകളുണ്ടാവും ചിലപ്പം. കാരണം അങ്ങനെ ശീലിച്ച് വന്ന് വയറ്റിലൊന്നും ഇല്ലാതിരിക്കാൻ പറ്റില്ല, അപ്പോൾ അൾസർ വരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വയറ് കാലിയാക്കി ഇടാൻ പറ്റില്ല, അൾസർ വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് കഴിച്ച ഫുഡ് ദഹിക്കുന്ന ഒരു സമയം പിന്നെ കുറച്ച് സമയമൊക്കെ വെച്ചിട്ടാണ് അടുത്ത് കഴിക്കാൻ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കൊടുക്കുക. മാനർ ഓഫ് ടേക്കിങ്സ് ശ്രദ്ധിക്കേണ്ടത്. മാനർ ഓഫ് ടേക്കിങ്സ് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. നിങ്ങളെ വീട്ടിൽ ഒരുമിച്ച് നിങ്ങൾ ഭക്ഷണം, ഏറ്റവും നല്ലത് ഒരു തളികയിൽ നിന്ന് കഴിക്കുക. അത് ഒരു തളികയിൽ നിന്ന് കഴിച്ചത് ശരിക്കും പ്രൂവണാണ്. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഫുഡ് കുറഞ്ഞാൽ ആ സമയത്ത്, ഇപ്പോൾ ഇവിടെ ഫുഡ് ഉള്ള ഭക്ഷണത്തിലേക്ക് ആളുകൾ വന്നു വിചാരിച്ചോ, വലിയ തളികണ്ട്, പിന്നെ ആളുകൾ സെൽഫി തട്ട് ഇതൊക്കെ പറയാം, സെൽഫി തട്ട് മനസ്സിലായില്ലേ. അപ്പോൾ അതിലിട്ടിട്ട് കഴിച്ചു നോക്കാം, എല്ലാവർക്കും വയറിറങ്ങിയിട്ടുണ്ടാകും. എല്ലാവർക്കും ഇതുള്ള ഫുഡ് കൊണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും, എല്ലാവർക്കും വയറിറങ്ങിയിട്ടുണ്ടാകും. ശരിക്കൊരു അതിൽ ബർക്കത്ത് വേറുണ്ട്. അതുപോലെ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് ഒരു കാരക്ക 2 കാരക്കേ കഴിക്കുമെന്നുള്ളൂ. പക്ഷേ അത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുകയുള്ളൂ നോമ്പ് തുറക്കുന്ന. പ്രത്യേകിച്ച് സൗദിയിലും പള്ളിയിലും ഹറമിലൊക്കെയാണ് സമയത്ത് കുറച്ച്. പക്ഷേ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് നിങ്ങൾ കഴിച്ചാലും അതുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന വിശപ്പും ദാഹവും തീരും. അതൊക്കെ അതിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്, ഡിവൈൻ ആട്രിബ്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾ 2 കാരക്ക കഴിച്ചു, അതല്ലെങ്കിൽ പിന്നെ ഒരു സമോസയുടെ കഷ്ണം കഴിച്ചു, അല്ലെങ്കിൽ ഒറ്റ സമോസ കഴിച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഓക്കെ, അത് മതി. അതുവരെ ഉണ്ടായിരുന്ന വിശപ്പും ദാഹവും തീർന്ന് നിങ്ങൾ ഫ്രഷ് ആകും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും പിന്നെ ഈ ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ ഭക്ഷണം കഴിച്ചാൽ മതിയാകും അടുത്ത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ റസൂല് കഴിക്കാൻ പറഞ്ഞ രീതിയും സമയം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ളൊരു ബർക്കത്ത്, അതാണ് വസ്തുത. സുഹൂർ ഇതിൽ നമ്മളെ അത്താഴത്തിൻ്റെ ഫുഡിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, സോ മാനർ ഓഫ് ടേക്ക് ഇവിടെയൊക്കെ നമ്മൾ പിന്നെ അതുപോലെ ഫുഡ് വേസ്റ്റ് ആക്കല്ലേ പ്ലീസ്. വേണ്ടത് മാത്രം വിളമ്പ്, വേസ്റ്റ് ആക്കല്ലേ. കാരണം ഇത് കിട്ടാത്ത ജനങ്ങൾ ലോകത്ത് പല ദിക്കിലുണ്ട്. ഞങ്ങൾ അവരൊന്ന് ഓർക്കണം. പിഞ്ചു മക്കൾ ഇത് കിട്ടാതെ ചില പാത്രത്തിൻ്റെ മുമ്പിൽ കടന്ന് കരയുന്നത് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ എന്താ നമുക്ക് തോന്നുക, എന്താ നിങ്ങളിത് കാണാറില്ലേ? അതുകൊണ്ട് ആ ഒരു രംഗം നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കല്ലേ. ആവശ്യത്തിനുള്ളത് വിളമ്പിക്കോ, എന്നിട്ട് കഴിക്കുക. അല്ലാത്തത് എടുത്ത് വെച്ചേക്ക്, അടുത്ത നേരം കഴിച്ചോ, അല്ലെങ്കിൽ വേണ്ടവർക്ക് ഇത് കൊടുക്ക്, വേസ്റ്റ് ആക്കല്ലേ. യെസ്, ഒപ്പം വയറ് നിറച്ച് കഴിക്കരുത്, കുറച്ച് കഴിക്കുക. അത് 1/3 റസൂല് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാ. ആ 1/3 ഫുഡാക്കി, 1/3 വെള്ളാക്കി, 1/3 കാലിയാക്കി ഇട്ടോക്ക്, ശരിക്കും നല്ല സ്ലീപ്പ് കിട്ടും. ആ ഒരു ശീലം വെച്ച് നോക്ക്, നല്ല സ്ലീപ്പ് കിട്ടും. അപ്പോൾ സ്ലീപ്പിംഗ് ഡിസോർഡറിൻ്റെ സൈക്കോളജി പഠിപ്പിക്കുന്നത് ഫുഡ് ഡിസോർഡറാണ്. സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ടോ ആ രോഗിയോട് ഫുഡ് ഡിസോർഡർ ഉണ്ടാവും. ടൈം മാനേജ്മെൻറ്റ് തെറ്റായിരിക്കും. അയാളുടെ ലൈഫിൽ ടൈം മാനേജ്മെൻറ്റ് ഇസ് റോങ്. സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ടോ, ടൈം മാനേജ്മെൻറ്റ് ഈസ് റോങ്, ഫുഡ് സിസ്റ്റം ഈസ് റോങ്. അതിലുപരി എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകും. തൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ചില വിഷയങ്ങൾ തലയിലുള്ളത് കൊണ്ടാണ് ഉറക്കം കിട്ടാത്തത്. അതെന്താ, തൻ്റെ നിലനിൽപ്പ്, ഞാൻ ഈ ലോകത്ത് നിലനിൽക്കുക, തൻ്റെ ജീവിതം സുരക്ഷിതമല്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഉറക്കം കിട്ടാതെ വരുന്നത്. ഓക്കെ, സോ അതുപോലെ എന്ത് ചെയ്യുക, സെപ്റ്റിക് ഫുഡ്, വേസ്റ്റ് അല്ലെങ്കിൽ നല്ല ഫുഡ് അല്ലാത്തത് ഉള്ളിൽ പെടുന്നത് ശ്രദ്ധിക്കണം. മാത്രമല്ല ചിലപ്പോൾ അതൊക്കെ അജിനമോട്ടൊക്കെ നല്ല വലിച്ചിട്ടും, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഉള്ളിലെത്തിപ്പെടും.
എത്തിപ്പെട്ടാലും എന്ത് ചെയ്യുന്നറിയോ, മനുഷ്യൻ്റെ ബോഡിയിൽ ഒരു ക്ലീനിങ് മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം നമ്മൾ ശ്രദ്ധിക്കണം. അതൊന്ന് കക്കൂസിങ്, ദാറ്റ് മീൻസ് ഡയറിയ, സ്റ്റൂള് മലം വഴി പോകും. 2 വൊമിറ്റിംഗ്, ഛർദ്ദിക്കുക. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഛർദ്ദിക്കാനുള്ള ടെംപ്റ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മരുന്നൊന്നും കുടിക്കല്ലേ, നല്ലോണം വെള്ളം കുടിക്കുക. എന്നിട്ട് ഛർദ്ദിക്കാനുള്ള ഒരു പ്രവണത വരുമ്പോൾ പോയിട്ട് അങ്ങനെ ഛർദ്ദിക്കുക. വീണ്ടും ഇതേമാതിരി ജഗ്ഗിൽ നിറച്ച് വെള്ളം കൊണ്ടുവരാം, നല്ല വെള്ളം കുടിക്കുക. എന്നിട്ട് വയറിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 ഇളക്കി കൊടുത്ത് ഇങ്ങനെ പിടിച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഛർദ്ദിക്കും. വീണ്ടും വെള്ളം കുടിക്കുക, വെള്ളം നല്ല കുടിക്കണം. ഈ ഛർദ്ദിക്ക് ഒരു 3 or 4 ടൈംസ് ഈ വെള്ളം കുടിച്ച് ഛർദ്ദിപ്പിച്ചിട്ട് ഇട്ടേക്ക്. പിന്നെ അന്ന് രാത്രി ഭക്ഷണം കഴിക്കണ്ട, പക്ഷെ അന്ന് രാത്രി ഒന്നും കൊടുക്കണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഛർദ്ദി നിൽക്കും. അതുകൊണ്ട് ആ സെപ്റ്റിക്, ആ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു നല്ലതല്ലാത്തുണ്ടെങ്കിൽ പുറത്ത് പോകും. വോമിറ്റിംഗ് ഇസ് എ വെരി ഗുഡ് ടെക്നിക്ക്. അതിന് വോമിറ്റിങ്ങിന് മരുന്ന് കൊടുത്ത് നിർത്തല്ലേ. ഓക്കെ. മറ്റൊന്ന് യൂറിനേഷൻസ്, മൂത്രത്തിലൂടെയാണ്. മറ്റൊന്ന് വിയർപ്പാണ്. അതായത് നമ്മൾ ബോഡി വർക്കൗട്ട് ചെയ്യും. വിയർപ്പ് എല്ലാ ഭാഗത്തും വിയർക്കണം. ഇവിടെ കയ്യിൻ്റെ ഇവിടെയൊക്കെ വിയർപ്പ് വരണം, ഇവിടെയൊക്കെ ഇങ്ങനെ വിയർപ്പ് വരണം. ഇവിടെ പോലും വിയർപ്പ് വരും, ഈ ഭാഗത്ത്. അങ്ങനെ മുഖത്ത് വരും, നെറ്റിയിൽ വരും, ഇവിടെയൊക്കെ വിയർപ്പ് വരും. എല്ലായിടത്തും വിയർപ്പ് വരട്ടെ. ആ വിയർപ്പ്. മറ്റൊന്ന് കാറ്റായി പോകും, കീഴ്വായു പോയിട്ടുണ്ട്. അതൊരു ക്ലീനിങ് മെക്കാനിസമാണ്. അതെല്ലാം പുറത്ത് പോട്ടെ. പിന്നെ അടുത്തത് കപ്പിങ്, ഹിജാമ ചെയ്യുക. രക്തത്തിൽ പിന്നെ ബോഡിയിലായതും ബോഡിയിൽ വർക്ക് ചെയ്തതുമായിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. അത് പുറംതൊലിയിലുണ്ടാവുക. അത് സിസ്റ്റമാറ്റിക് എടുക്കുന്നതാണ് കപ്പിങ്. അപ്പോൾ കപ്പിങ് അത് അറിയുന്നിടത്തിനെ കൊണ്ട് സുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ട്. കപ്പിങ് ചെയ്യാനുള്ള സുന്നത്തിൽ വന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ട് ഇന്നടത്തൊക്കെ. ആ സുന്ന പോയിന്റ്സ് ഒക്കെ അറിയുന്നവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതൊക്കെ ഒരു 1 in 6 months ഒക്കെ കപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദിവസേന കപ്പിങ്, ഇപ്പോൾ കപ്പിങ് തെറാപ്പി ഇഷ്ടംപോലെ ഉണ്ടാവുകൊണ്ട് ദിവസം പോയി ചെയ്യില്ല, അങ്ങനെയൊന്നുമല്ല. അത് 1 in 6 months ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ധാരാളം. സോ മനസ്സിലാക്കുക, കാര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങളിപ്പോൾ ഒന്ന് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലിയർ, അതുപോലെ ലിവർ സിറോസിസ്, പിന്നെ ബ്ലഡ് ക്യാൻസർ. ഇതാണ് കാര്യമായിട്ടുണ്ടാകുന്നത്. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഒരു കോമൺ ഉണ്ടാകുന്ന സംഗതി അവർക്ക് ശക്തമായ മെൻ്റൽ സ്ട്രെസ്സ് കഴിഞ്ഞ ആളുകളായിരിക്കും. മെൻ്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അധികം ബിസിനസ് പീപ്പിൾ ആയിരിക്കും. അതല്ലെങ്കിൽ ഓഫീസ് വർക്കേഴ്സ് ആണെങ്കിൽ തന്നെ ഹെവി ആയ സ്ട്രെസ്സ്, ജീവിതത്തിൽ ഭയങ്കര മാനസിക പിരിമുറുക്കം. അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് ഉണ്ടാകുന്നൊരു വിഷയം വെച്ചാൽ അവർ പല ബിസിനസ്സും അതും തുടക്കും അതും. പിന്നെ സാമ്പത്തിക അത്യാവശ്യം പൈസ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതിന് കടവും കള്ളി തിരി മറിയും. അപ്പോൾ അതിന് പ്രൊജക്റ്റ് ഫെയിലായി, മറ്റേത് ആ പാർട്ട്ണർഷിപ്പ് തെറ്റി, ഇങ്ങനെ അങ്ങോട്ട് തകർന്ന് പോയി. അവിടെ അവസാനം സ്ട്രോക്ക് ഉണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ കിഡ്നി, സ്ട്രോക്കാണ് മെയിനായിട്ട്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്. പിന്നെ എമോഷൻ ബേസ്ഡ് അനിഷ്ടങ്ങൾ വന്ന് പിന്നെ അത് വാശിയും ദേഷ്യവും വെറുപ്പുമായിട്ടാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് ശക്തമായ വെറുപ്പും ശക്തമായ ദേഷ്യമുള്ള ആളുകൾക്ക് ലിവറിന് അസുഖം ഉണ്ടാവും. യെസ്, ലിവറിന് ഒരുത്തരം ലിവർ സിറോസിസ് ഉണ്ട്, ലിവറിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അയാൾക്ക് ഇവിടെയൊക്കെ ഒരു കറുത്ത കളർ വരും, മുഖത്തിന് ഇവിടെയൊക്കെ കറുപ്പ് കളർ. അപ്പോൾ ലിവർ സിറോസിസ് ഉള്ളവർക്ക് ലിവറിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കറുപ്പ് വരുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കുക, ദേഷ്യം അധികം പ്രകടിപ്പിക്കുന്ന സ്ഥലം എവിടെയാണ്? ദേഷ്യം വരുന്ന സമയത്ത് ഈ ഭാഗമൊക്കെ വീർത്ത് പോകും. അത് മൃഗങ്ങൾക്ക് ദേഷ്യം വരും. ഇപ്പം നായ്ക്കളൊക്കെ കടി കൂടുന്ന സമയത്ത്, പൂച്ചകൾ കടി കൂടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടുത്തെ രോമൊക്കെ എണീക്കുന്നത്. അവിടെ ഇവിടെ ദേഷ്യം പ്രകടമാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ കറുപ്പ് വരും. അതുകൊണ്ട് കാരുണ്യം എവിടെയാണുള്ളത്? റസൂൽ പറഞ്ഞത് ലിവറിലാണ്. കാരുണ്യത്തിൻ്റെ ഓപ്പോസിറ്റാണിത് വെറുപ്പും വാശിയും ദേഷ്യവും എന്നുള്ളത്, കാരുണ്യത്തിൻ്റെ ഓപ്പോസിറ്റ്. അതുകൊണ്ട് കാരുണ്യം കുറയുകയും അതിൻ്റെ ഓപ്പോസിറ്റ് കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ ലിവറിന് കംപ്ലയിൻസുകൾ വരും. പിന്നെ ക്യാൻസർ ഇതുപോലെ. പിന്നെ മനുഷ്യൻ്റെ ശക്തമായ വൈകാരിക എമോഷൻസൊക്കെ ബോഡിയിൽ എവിടെയും സെറ്റിലാവും. അത് ബോഡിയിൽ എവിടെയാണോ വീക്കർ പാർട്ട് അവിടെ സെറ്റിലാകുക. ആ സെറ്റിലാകുന്നിടത്താണ് ക്യാൻസർ. അവിടെ ആ സെറ്റിലിംഗ് പോയിൻറ്റ്സ് ഉള്ളിടത്ത് ബോഡി തന്നെ പുതിയ സെല്ലുകൾ ഉൽപ്പാദിപ്പിച്ച് അതിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അപ്പോൾ പുതിയ സെല്ലിന് പോലും ആദ്യം എന്ത് ചെയ്യുന്നു, അത് ബാധിക്കുന്നു. ഇങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലിയർ, അതുപോലെ ഡയബറ്റിക് ജീവിതത്തിൽ മധുരത്തിൻ്റെ അഭാവമാണ് ബ്ലഡിൽ മധുരത്തിൻ്റെ കൂടുതൽ. ജീവിതത്തിൽ പഞ്ചസാരയുടെ കുറവ്, ദാറ്റ് മീൻസ് ജീവിതത്തിൽ ഹാപ്പിനെസ് ഇല്ല. ജീവിതത്തിൽ ഹാപ്പിനെസ് ഇല്ലാതെ വരുമ്പോഴാണ് ഷുഗർ കൂടുക.
മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ഡിസീസുകളൊക്കെ, പ്രഷർ അതേമാതിരിയാണ്. പ്രഷർ പെട്ടെന്ന് എമോഷണൽ ബ്ലാസ്റ്റ് ഉള്ള എമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക, പിന്നെ എമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള ആളുകൾക്കാണ് പിന്നെ പ്രഷർ വേരിയേഷൻസ് വരിക. സോ എമോഷൻസ് നമ്മൾ ശരിക്കും കെയർ ചെയ്യേണ്ട ഭാഗമാണ്. അതിന് ഇന്ത്യ ഈസ് എ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. ലോകത്തിലെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രക്ചർ. അതുകൊണ്ട് നമുക്ക് ഫുഡ് സ്ട്രക്ചർ ധാന്യങ്ങളാണ് കൂടുതൽ വേണ്ടത്, പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും, പിന്നെയാണ് മാംസാഹാരം, മത്സ്യമൊക്കെ, പിന്നെയാണ് നമുക്ക് പ്രോട്ടീൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഇതേ റേഷ്യോയിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാനൊക്കെ ശ്രദ്ധിക്കാറുള്ളത്, ഒരു 33% കഴിക്കുന്ന ഫുഡിൻ്റെ 33% എന്താക്കി മാറ്റും, പിന്നെ ധാന്യങ്ങളാക്കും. പിന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ 33%, പിന്നെ അല്ലാത്ത 60% അത് ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെ കൂട്ടലില്ല. ഇലകൾ, പച്ചക്കറികൾ, അതുപോലെ പിന്നെ കിഴങ്ങും പച്ചക്കറിയും ഇലകളും കോമ്പാറ്റിബിൾ ആവുന്നുണ്ട്, കോമ്പാറ്റിബിൾ ആവാത്തതുണ്ട്. അതുകൊണ്ട് ആ ഭാഗം 2-3 കൂടെ കൂട്ടി ഒരു 60%, അല്ലെങ്കിൽ 65%, മറ്റൊരു 35% ആക്കിയാൽ നല്ലൊരു മിക്സായി വരും എന്നാണ് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കണേ അങ്ങനെ ചെയ്യും. പക്ഷേ വീട്ടിലാണെങ്കിൽ പിന്നെ അവർ പലർക്കും പല പ്രിഫറൻസ്. ഉമ്മൻ്റെ നമ്മൾ എല്ലാവർക്കും പലർക്കും പ്രിഫറൻസാണ്, അവരുടെ നീഡ് കൂടി ആവശ്യമുണ്ട്. പിന്നെ മാംസം, മത്സ്യം ദിവസേന കഴിക്കരുത്. അത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ഇങ്ങനെ ഒരു റേഷ്യോയിലൊക്കെ നമ്മൾ ഒരാഴ്ചയിൽ നമ്മൾ ഇൻടേക്കിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫുഡ് റീസ്ട്രക്ചറിങ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഫുഡ് റീസ്ട്രക്ചറിങ്ങും നമ്മുടെ ബോഡി വർക്കൗട്ട് പിന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സോ ഇതാണ്. ഇനി ഇത് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇത് മതി ഇപ്പോൾ ബേസിക്കായിട്ട് ചില ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും സീരിയൽസ് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ കഴിക്കണം, ആ ഒരു ഉദാഹരണം മുളപ്പിച്ച് കഴിക്കുന്നത്. ചില ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിച്ചാൽ, അതുപോലെ അതിൻ്റെ മുളപ്പിച്ച് കഴിച്ചാൽ ബാർലി ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുളപ്പിച്ച് കഴിക്കുക, അത് പാക്കഡ് ഫുഡുകൾ ഒഴിവാക്കുക, നമ്മൾ പൊടിച്ച് വാങ്ങിക്കുക, അതുപോലെ പാക്കഡ് ആയിട്ടുള്ള ഫുഡുകൾ കുറക്കുക. ഇതുപോലെ സംഗതികളൊക്കെ മെൻഷൻ ചെയ്താണ്. ഇപ്പം മുളപ്പിച്ച് കഴിക്കാൻ നമുക്കെന്ത് ബീൻസ് മുളപ്പിച്ച് കഴിക്കാം, ഗോതമ്പ് മുളപ്പിച്ച് കഴിക്കാം, ബാർലി മുളപ്പിച്ച് കഴിക്കാം, ഓട്സ് മുളപ്പിച്ച് കഴിക്കാം, അതുപോലെ എന്താ പറയുക, പയർ വർഗ്ഗങ്ങൾ ചെയ്യാം, ബീൻസുകൾ ചെയ്യാം, പിന്നെ എള്ള് മുളപ്പിച്ച് കഴിക്കാം, ചിക്ക് പീസ് മുളപ്പിച്ച് കഴിക്കാം, അതുപോലെ ബാർലി, ഗോതമ്പിൻ്റെ ഒക്കെ മുളപ്പിച്ച് കഴിക്കാം. ഇങ്ങനെ അപ്പോൾ ധാന്യങ്ങളും മുളപ്പിച്ച് കഴിക്കുന്നതും ഒരൈറ്റം. 2 വെജിറ്റബിൾസ്, വൈറ്റമിൻ സിക്കും എക്കും ഫൈബറിനൊക്കെ വെജിറ്റബിൾ ധാരാളം മിക്സ് ചെയ്ത് കഴിക്കുക, ലിവറിന് എല്ലാത്തിനും. അതോടൊപ്പം ഇനി കെമിക്കൽസ് അടിച്ചിട്ടുള്ളത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇലവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക. പിന്നെ ക്ലീൻ ചെയ്യുക, പച്ചക്കറികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുക. അത് മഞ്ഞപ്പൊടി ഇട്ടിട്ടോ കുറച്ച് സുർക്ക ഒഴിച്ചിട്ടോ അല്ല ഉപ്പുവെള്ളത്തിലിട്ടിട്ടോ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കഴിക്കുക. പിന്നെ ഹലാലും തൊയ്യുമായിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കുക. അതല്ലെങ്കിൽ വെച്ചൊക്കെ വയറ്റിൽ നീറ്റലുണ്ടാവും. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ ഇല വർഗ്ഗങ്ങൾ കഴിക്കുക. ഫ്രൂട്ട്സുകൾ പറ്റുന്ന അത്രയും ഫ്രൂട്ട്സുകൾ കഴിക്കുക. അതുപോലെ ഔഷധ ഗുണമുണ്ട് എന്ന് റസൂൽ പറഞ്ഞ കുറേ മരുന്നുകളുണ്ട്, അത് കഴിക്കുക. മനസ്സിലായില്ലേ? സോ ഈ രീതിയിൽ നമുക്ക് ഫുഡിനെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് മീറ്റ്, മാംസാഹാരങ്ങൾ കഴിക്കുക. അതിൽ ഇടയ്ക്കിടയ്ക്ക് കോഴി, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇറച്ചി, അതുപോലെ ആട്, ഇതൊക്കെ മാറി മാറി കഴിക്കുക. സോ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ പലതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ വീട്ടിലുണ്ടാക്കുന്നത് കുറേ അധികം അവസാനം നോക്കുമ്പോൾ സാധനമൊക്കെ കിട്ടും, പക്ഷേ ഭയങ്കര റേറ്റായി വന്നിട്ടുണ്ടാവും. കാരണം ഭയങ്കര കുറച്ച് ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണത്. മനസ്സിലായില്ലേ? ഞാൻ ട്രൈ ചെയ്ത ആളാണ്. അതുപോലെ ഔഷധ ഗുണമുള്ള മരുന്നുകൾ, ഔഷധ ഗുണമുള്ള ഇലകൾ, ഇപ്പോൾ തുളസി, അലോവേര, അതുപോലെ ബാർലി ഗ്രാസ്, ഊതിൻ്റെ ഇല, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ രീതിയിൽ പലതും നമുക്ക് എന്ത് ചെയ്യാം. സോ ഫുഡ് മിക്സ്, ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, മെയിനായിട്ട് ബോഡി വർക്കൗട്ട് കൂട്ടുക, ഫുഡ് റീസ്ട്രക്ചറിങ്. അതിന് മുമ്പ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുള്ള വേണ്ടുന്ന സ്റ്റെപ്പാണ്. ഈ സ്പീച്ചുകൾ 2-3 തവണ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇൻഷാ അല്ലാഹ്, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്, ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തത് നമുക്ക് വേറെ റെക്കോർഡാക്കി മാറ്റാം. അസ്സലാമു അലൈക്കും.